السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യനായ ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ആദരണീയനായ മുഹമ്മദ് കുട്ടി മൗലവി, ബഹുമാന്യനായ ഉദ്ഘാടകൻ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, എല്ലാം കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ബഹുമാന്യരായ കരിങ്ങനാട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാരുണ്യവാനായ റബ്ബിന്റെ ഭാരമായ അനുഗ്രഹത്താൽ ഈ സായം സന്ധ്യയിൽ വാഹനങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ അങ്ങാടിയുടെ ഒഴിഞ്ഞ ഈ കോണിൽ അല്പസമയം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ, യഥാർത്ഥമായ മോക്ഷത്തിന്റെ മാർഗത്തെക്കുറിച്ച് പരിചിന്തനം നടത്താൻ നമുക്ക് അവസരം കൈവന്നിരിക്കുകയാണ്. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ ഒരുമിച്ച് കൂടലും സംസാരവും കേൾക്കലുമെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ട്. ഈ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച അയാൾക്കൊരു മറുപടിയുണ്ട്. പെരിന്തൽമണ്ണ പോകണം, അല്ലെങ്കിൽ പട്ടാമ്പി പോകണം, ഒരു യാത്രയുടെ ലക്ഷ്യത്തിലാണ് അയാളുള്ളത്. രാവിലെ തൂമ്പയും എടുത്ത് പാടത്തേക്ക് പുറപ്പെടുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്കൊരു മറുപടിയുണ്ട്. തൻ്റെ പാടത്ത് കൃഷി ചെയ്യാൻ, വിത്തിറക്കാൻ, അതിലൂടെ വിളവെടുക്കാനുള്ള പ്രതീക്ഷയാണ്, ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളാണ് ആ മനുഷ്യനെ രാവിലെ തൂമ്പയും എടുത്ത് പാടത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ബാഗും പുസ്തക സഞ്ചിയും പുസ്തകങ്ങളും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയോട് നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അവർക്കും കൃത്യമായൊരു മറുപടിയുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം, ഈ ലോകത്തെ ഏതു മനുഷ്യന്റെയും യാത്രയുടെയും അധ്വാനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. എങ്കിൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? നമ്മൾ സാധാരണ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലക്ഷ്യമെന്നത് ആ പ്രവർത്തനത്തിന് അപ്പുറത്താണ് ഉണ്ടാവുക. കൃഷി ചെയ്യലല്ല കർഷകന്റെ ലക്ഷ്യം, കൃഷി ചെയ്ത് വിളവെടുക്കലാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ പ്രവർത്തനത്തിന് അപ്പുറത്താണ് ലക്ഷ്യമുള്ളത്. എങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? അങ്ങനെ ജീവിച്ചു പോവുക എന്നതാണോ അതിന് മറുപടി? അല്ല. ഏത് കാര്യത്തിന്റെയും ലക്ഷ്യം ആ പ്രവർത്തനത്തിന് അപ്പുറത്താണ് എന്ന പോലെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഈ ജീവിതത്തിന് അപ്പുറത്താണുള്ളത്. അതുകൊണ്ട് ചില ഗൗരവതരമായ ചിന്തകൾ നമുക്കാവശ്യമാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ നാട്ടിലെ പള്ളിപ്പറമ്പിലേക്ക് കയറി ചെന്നാൽ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരേ ബെഞ്ചിൽ നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചവർ, ഒരേ പ്ലേ ഗ്രൗണ്ടിൽ നമ്മുടെ കൂടെ കളിച്ചവർ, ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നമ്മുടെ കൂടെ പ്രവർത്തിച്ചവർ, അവരെ കുറിച്ചൊക്കെ ഇന്ന് ഓർമ്മകൾ മാത്രമാണുള്ളത്. നമുക്ക് ആയുസ് ദീർഘിച്ച് നൽകപ്പെട്ടു. എന്തിനു വേണ്ടി? ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നില്ല, നമുക്കൊരു പേരുണ്ടായിരുന്നില്ല, മേൽവിലാസം ഉണ്ടായിരുന്നില്ല. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ പറയപ്പെടാവുന്ന ഒന്നുമല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? അത് കഴിഞ്ഞ്
സ്പേമും ഓവവും പുംബീജവും അണ്ടവും ചേർന്നൊരു സിദ്ധാന്തമായി ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപം കൊണ്ട് ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് വളരുന്ന ഒരു ഭ്രൂണമായി വളർന്നു വന്ന് 9 മാസവും 10 ദിവസവും പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഗർഭാശയ ഭിത്തിയുടെ തള്ളലിലൂടെ ഈ ഭൂമിയിലേക്ക് പറന്നു വീണ് ഇവിടെയുള്ള വായു ശ്വസിച്ച് ഇവിടെയുള്ള ഭക്ഷണം കഴിച്ച് പിച്ച വെച്ച് നടക്കാൻ വേണ്ടി ശീലിച്ച് അങ്ങനെ പിന്നീട് വളർന്ന് വലുതായി നമ്മൾ നാമായി മാറി. ഈ യാത്രക്കൊരന്ത്യമുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ലോകത്തെ ഏത് കാര്യത്തിലും 2 അഭിപ്രായം ഉണ്ടാകും. ഒരാൾ അമ്മയെ തല്ലി ഉമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ പോലും 2 അഭിപ്രായം ഉണ്ടാവും. ചിലര് പറയും മോശമായി പോയി, പെറ്റ തള്ളയല്ലേ. വേറെ ചിലര് പറയും അവളുടെ നാവ് ചോദിച്ചു വാങ്ങുന്നത്, അങ്ങനെ അവളുടെ സ്വഭാവം. അമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ പോലും 2 അഭിപ്രായമുള്ള ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് മരണം എന്ന് പറയുന്നത്. സുനിശ്ചിതമാണ്. ആ മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുത, ആ കാണുന്ന ഇലക്ട്രിക് ലൈനിൽ തട്ടി താഴോട്ട് വീണ് പടഞ്ഞു ചാവുന്ന ഒരു കാക്കയുടെ അന്ത്യം പോലെ, ഇതിലെ പോകുന്ന ഒരു ലോറിയുടെ ബസിന്റെ ചക്രത്തിനടിയിൽ കിടന്ന് ചതഞ്ഞരഞ്ഞു പോകുന്ന ഒരു പട്ടിയുടെ പൂച്ചയുടെ ഒരു അന്ത്യം പോലെ, അങ്ങനെ ഒരു നിമിഷത്തിലെ മരണത്തോടുകൂടി തീർന്നു പോകുന്നതാണോ നമ്മുടെ ജീവിതം? അങ്ങനെയാണെങ്കിൽ അത് അനീതിയാണ്. കാരണം കരിങ്ങനാട്ടെ സമ്പന്നനായ ഒരു മനുഷ്യൻ, അയാൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യും. ഏതു മനുഷ്യൻ കയറി വന്നാലും അയാളുടെ ദുരിതവും പ്രയാസവും തീർക്കാൻ വേണ്ടി തന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കും. അയാൾ മരണപ്പെടുന്നു. ഈ നാട്ടിലെ ഖബർസ്ഥാനിൽ അയാളെ മറവ് ചെയ്യുന്നു. അയാൾക്കൊരു അയൽവാസിയുണ്ട്, അതിനേക്കാൾ വലിയ പണക്കാരനാണ്. പക്ഷേ അച്ഛ കൈക്കുപ്പ് തേക്കാത്തവൻ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് 1000 രൂപ കടം വാങ്ങിയാൽ തിരിച്ചു വാങ്ങുമ്പോ 1100 വേണം, 10% പലിശ വേണം എന്ന് പറഞ്ഞ് പലിശ വാങ്ങുന്ന ബ്ലേഡ് കമ്പനി നടത്തുന്ന ചൂഷകനായ ഒരാൾ, അയാൾ മരിക്കുന്നു. അതേ ഖബർസ്ഥാനിൽ തൊട്ടടുത്ത അയാളെയും മറവ് ചെയ്യുന്നു. 2 ആളുടെയും മരണം, 2 ആളുടെയും ജീവിതം അതോടുകൂടി തീർന്നുവെങ്കിൽ ആദ്യത്തെ മനുഷ്യന്റെ നന്മയെ നമ്മൾ വാഴ്ത്തുന്നതിൽ എന്തർത്ഥാണുള്ളത്? രണ്ടാമത്തെ മനുഷ്യന്റെ ചൂഷണത്തിനെതിരെ നമ്മൾ ശബ്ദിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത്? അപ്പോൾ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, മൂല്യങ്ങൾക്ക് അർത്ഥം നൽകുന്നത് മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, നാളെ എങ്ങനെ കഴിഞ്ഞുകൂടണമെന്ന സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുവെങ്കിൽ, വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടുന്ന ഗൗരവതരമായ ഒരു വിഷയമല്ലേ ഈ ജീവിതം എന്തിനു വേണ്ടി എന്നത്, ഈ ജീവിതം എങ്ങോട്ട് പോകുന്നു എന്നത്, ഈ ജീവിതത്തിലെ സമാധാനത്തിന്റെ മാർഗം എന്താണ് എന്നത്. അതാണ് നേരത്തെ ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ഹ്രസ്വമായ വാക്കുകളിലൂടെ ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യം. കണ്ണും കാതും നൽകപ്പെട്ടവരാണ് നമ്മളെ മനുഷ്യർ എന്ന് വിളിക്കാൻ എന്താ കാരണം? മനനം ചെയ്യാൻ കഴിവുള്ളവരാണ് നമ്മൾ എന്നതുകൊണ്ടാണ്. ചിന്തയും വിവേകവും ബുദ്ധിയും ഉള്ളവരാണ് നമ്മൾ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അങ്ങാടികളിലൂടെ വിരാജിക്കുന്ന നാൽക്കാലികളെ പോലെ ജീവിക്കേണ്ടുന്നവരല്ല നമ്മൾ. കാണുന്നതൊക്കെ തിന്ന്, കാണുന്നതൊക്കെ കുടിച്ച്, തോന്നിയ പോലെ ഭോഗിച്ച് അങ്ങനെ ജീവിക്കുന്ന മൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടുന്നവരല്ല. ബുദ്ധിയും വിവേകവുമുള്ള നമ്മളോട് ലോകത്തിന്റെ സ്രഷ്ടാവ് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നന്നാകണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ആളുകളെ, മനുഷ്യരെ എങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റും? എല്ലാവരും ഒരേ തരം കൊടി പിടിക്കൂ എന്ന് പറഞ്ഞ മനുഷ്യരൊക്കെ നന്നാകുമോ? എല്ലാവരും ഒരേ തരം വസ്ത്രം ധരിക്കൂ എന്ന് പറഞ്ഞ മനുഷ്യരൊക്കെ നന്നാകുമോ? ഇല്ല. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ വസ്ത്രം മാത്രമല്ല, അവന്റെ ഭക്ഷണം മാത്രമല്ല, മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ മനസ്സാണ്. അതുകൊണ്ട് മനുഷ്യനെ നന്നാക്കാനുള്ള മാർഗം മനുഷ്യന്റെ മനസ്സ് നന്നാക്കലാണ്. ആ മനസ്സ് നന്നാക്കുന്ന പ്രക്രിയ എങ്ങനെ സാധിക്കും? ഖദ് അഫ്ലഹ മൻ സക്കഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മനുഷ്യന്റെ ശരീരത്തിനപ്പുറത്ത്, ദേഹത്തിനപ്പുറത്ത് അവനൊരാത്മാവുണ്ട്. ലോകത്ത് ഭൗതിക പ്രസ്ഥാനങ്ങൾക്ക് പറ്റിയ പരാജയം എന്താണ്? ഈ ആത്മാവില്ല എന്ന് വാദിച്ചു, ആത്മാവിനെ നിഷേധിച്ചു. പക്ഷെ വലിയൊരു തമാശയുണ്ട്. ആത്മാവിനെ നിഷേധിക്കുന്ന ഭൗതിക പ്രസ്ഥാനങ്ങൾ പോലും
അവരുടെ നേതാക്കൾ മരിച്ചാൽ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ അങ്ങാടികളിൽ അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കും. അതിൽ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത് സംസാരിക്കും. മരണപ്പെട്ട ആ മഹൽ വ്യക്തിയുടെ ഗുണഗണങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ ശേഷം എല്ലാവരും പ്രസംഗം അവസാനിപ്പിക്കും ഒരു വാചകം പറഞ്ഞിട്ടാണ്. എന്താണ് ആ വാചകം? മരണപ്പെട്ട ഇന്ന വ്യക്തിയുടെ പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. എന്താ സഹോദരങ്ങളെ പറഞ്ഞതിനർത്ഥം? ആ പരേതന് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇസ്ലാം അടിസ്ഥാനപരമായി ഈ വിഷയമാണ് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ നന്നാകാനുള്ള മാർഗം എന്താണ്? മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് വിശ്വാസം. നിങ്ങൾ ഒരു മെയിൻ റോഡിൽ നിന്ന് അല്പം ഉള്ളിലുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന് കരുതുക. നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകാൻ ഒരു ഇടവഴിയാണുള്ളത്. ആ ഇടവഴിയിലുള്ള ഏത് നട്ടപ്പാതിര നേരവും കയ്യിൽ ഒളിച്ചല്ലാതെ നിങ്ങൾ നടന്നു പോകും. കാരണം കഴിഞ്ഞ 10, 30, 40, 50 കൊല്ലമായി നിങ്ങൾ നടന്ന് ശീലിച്ച വഴിയാണ്. ഒരു പേടി നിങ്ങൾക്കില്ല, കയ്യിൽ ടോർച്ച് വേണമെന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി അങ്ങനെ നടന്നു പോകുമ്പോൾ എതിരെ വന്ന സഹോദരൻ പറഞ്ഞു, ശ്രദ്ധിക്കണം, അബൂബക്കർ ഹാജിയുടെ വീട്ടിന് മുമ്പിൽ ആ വളവിൽ ഇന്നലെ ഒരു മൂർഖപാമ്പനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ ഇന്ന് നമ്മുടെ നടത്തത്തിന്റെ രൂപവും ശൈലിയും മാറും. ഇന്നലെ വരെ നടന്ന നടത്തമല്ല അവിടെ നടക്കേണ്ട. കാരണം ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ കടന്നുകൂടി. അവിടെ സർപ്പമുണ്ട്, പാമ്പുണ്ട് എന്ന വിശ്വാസം. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് വിശ്വാസമാണ്. ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും രൂപപ്പെടുത്തുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ചൂഷണങ്ങൾ നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? വിശ്വാസത്തിന്റെ പേരിലാണ്. തട്ടിപ്പുകൾ നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? വിശ്വാസത്തിന്റെ പേരിലാണ്. വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മുക്തമായ ജീവിതത്തിന് ലക്ഷ്യവും അർത്ഥവും പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? വെള്ളം കുടിക്കുന്ന, വായു ശ്വസിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന മറ്റൊരു മനുഷ്യന് സാധിക്കുമോ? ഇല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പഠനത്തിന് വിധേയമാക്കുമ്പോ ബുദ്ധിയുള്ള മനുഷ്യന് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്, അഹങ്കാരിയായ മനുഷ്യൻ. പക്ഷെ നമ്മൾ കണ്ടു, കോവിഡ് വന്നപ്പോ ലോകത്തുള്ള മുഴുവൻ, അന്ന് പഠനം നടത്തിയ ആളുകൾ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ കോവിഡ് വൈറസിനെയും ഒരുമിച്ച് കൂട്ടിയാൽ 1 ഗ്രാം പോലും ഭാരം വരില്ല. പക്ഷേ 2 കൊല്ലക്കാലത്തോളം മനുഷ്യരെ പിടിച്ചു കെട്ടാൻ, ആളുകളെ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയിലാക്കാൻ, ആരാധനാലയങ്ങൾ പോലും അടച്ചിടുന്ന അവസ്ഥയിലാക്കാൻ കണ്ണുകൊണ്ട് കാണാത്ത ആ കൊച്ചു ജീവിക്ക് സാധ്യമായി തീർന്നു. മനുഷ്യൻ ദുർബലനാണ് എന്നാണ് ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യ, നീ കണ്ണും കാതും തുറന്നു വെച്ച് ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം. ഒന്നാമതായി, മനുഷ്യരോട് ലോകത്തിന്റെ നാഥൻ ആവശ്യപ്പെടുന്നത് അള്ളാഹു നൽകിയ ഈ ബുദ്ധിയും സിദ്ധിയും കഴിവും ഉപയോഗിച്ച് അവനെ അറിയാനാണ്. ഒരാൾ എത്ര വലിയ അറിവ് നേടിയാലും അടിസ്ഥാനപരമായ അറിവ് ലഭിച്ചിട്ടില്ലെങ്കിൽ പരാജയമാണ്. ഏതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അറിവ്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ الناس വമാ അൻസല അല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹി അൽ അർദ ബഅദ മൗതിഹാ വബث ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈന السماء والأرض ലആയാതി ലിഖൗമി യഅഖിലൂൻ. 7ഓളം വരുന്ന ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ അല്ലാഹു എടുത്തു ധരിക്കുകയാണ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്തതാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ഈ ഭൂമിയിൽ നിന്ന് നോക്കത്താ ദൂരത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ആകാശം 1800 കോടി പ്രകാശവർഷം അകലെ വരെ മാത്രമേ മനുഷ്യന് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്ത് എന്താണെന്ന് അറിയില്ല. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലയാള കവി എഴുതിയിട്ടുണ്ട്. മേലോട്ട് നോക്കി നക്ഷത്രങ്ങൾ മാത്രമേ അവന് കഴിയുള്ളൂ.
ദുർബലനാണവൻ. വിശാലമായി പ്രപഞ്ചത്തെ ആര് സംവിധാനിച്ചു? അതുപോലെ തന്നെ രാവും പകലും മാറി മാറി വരുന്നു. നിയന്ത്രണം ആരുടെ കയ്യിലാണ്? വാനലോകത്തു നിന്ന് മഴ വർഷിക്കുന്നു. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? മേഘപാളികളിൽ നിന്ന് ഈ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരുന്നത് ആരാണ്? നിങ്ങളാണോ അതല്ല നാമാണോ? 2H2+O2 will give 2H2O എന്ന കെമിസ്ട്രിയിലെ സമവാക്യം വിദ്യാലയത്തിൽ വെച്ച് പഠിക്കുന്ന കുട്ടി കത്തുന്ന വാതകമായ ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന വാതകമായ ഓക്സിജനും കൂടിച്ചേരുമ്പോ തീ ആളിപ്പടരുന്നതിന് പകരം തീയെ കെടുത്തുക എന്ന സ്വഭാവമുള്ള വെള്ളം. ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. കോശത്തിന്റെ 99% വരുന്ന വെള്ളം, രക്തത്തിന്റെ 95% വരുന്ന വെള്ളം, മൂത്രത്തിന്റെ 99% വരുന്ന വെള്ളം. വെള്ളമില്ല എന്ന് നമ്മൾ കരുതുന്ന അസ്ഥിയുടെ പോലും 16% വെള്ളമാണ് എന്നാണ് വിശുദ്ധ ലോകം പറയുന്നത്. ഈ വെള്ളം എന്ന അത്ഭുത പ്രതിഭാസം ആര് നൽകി? ചിന്തിക്കാൻ ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. ആ ചെടികൾ ആ വെള്ളം സ്വീകരിച്ച് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളക്കുന്ന സസ്യലതാദികൾ, ഒരു വസ്തുവിന് ചലിക്കാൻ ബലം ആവശ്യമാണെങ്കിൽ ഭൂമിയെ 2 ഭാഗത്തേക്കും തള്ളിക്കൊണ്ടാണ് ദുർബലമായ വിത്ത് മുളച്ചു വരുന്നത്. 9.8 × 10⁻6 ന്യൂട്ടൺ ശക്തിയുള്ള ഭൂഗുരുത്വാകർഷണ ബലത്തെ അതിജയിച്ച് മേലോട്ട് വളരാനുള്ള ശക്തി എവിടെ നിന്നാണ് ആ ചെടിക്ക് കിട്ടിയത്? വിത്തിനെയും സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഈ ലോകത്തുള്ള അത്ഭുതങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. മുകൾ ഭാഗത്തുനിന്ന് വർഷിക്കുന്ന മഴത്തണലുകൾ സ്വീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന ചെടികൾ, അതാഹരിച്ചുകൊണ്ട് ഭൂമിയിൽ വിരാജിക്കുന്ന ജന്തുജാലങ്ങൾ, ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുകൾ, മേഘങ്ങളുടെ ചലനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിലെല്ലാം ചില പാഠങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഒന്നാമത്തെ ബാധ്യത എന്താണ്? ആ സൃഷ്ടാവിനെ അറിയലാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനായി ആ നാഥനല്ലാതെ മറ്റാരുമില്ല എന്നത് നീ അറിയണം, പഠിക്കണം. ഈ ലോകത്തെ കുറിച്ച് ചിന്തിച്ച് പഠിച്ചു മനസ്സിലാക്കുമ്പോ ബുദ്ധിയുള്ള മനുഷ്യൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആദിയില്ലാത്ത, അന്ത്യമില്ലാത്ത, ജാതനല്ലാത്ത, ജനകനല്ലാത്ത, അതുല്യനും അജയ്യനും അന്യൂനനുമായ ലോകത്തിന്റെ സൃഷ്ടാവായ ഏകനായ നാഥൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ അതിൽ വർഗീയതയുണ്ടോ സഹോദരങ്ങളെ? കാരണം സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ആ ഏകനായ നാഥനാണ്, ആ ഏകനായ സൃഷ്ടാവാണ്. അവന്റെ സൃഷ്ടികളാണ് സകല മനുഷ്യരുമെങ്കിൽ രൂപങ്ങളില്ലാതെ, ചിത്രങ്ങളില്ലാതെ, പ്രതിബിംബങ്ങളില്ലാതെ ആ ഏകനായ നാഥനുമായി ഹൃദയം കൊണ്ട് ബന്ധം സ്ഥാപിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് സങ്കുചിതത്വമാണോ? ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ 2025 കലണ്ടർ നേരത്തെ വാങ്ങി ചുമരിൽ തൂക്കിയിട്ടുണ്ട്. 2025 കലണ്ടറിൽ ജനുവരി 1 സൂര്യോദയം എന്ന മാസങ്ങൾക്ക് മുമ്പേ തന്നെ കലണ്ടറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2025 കലണ്ടറിൽ ഇനി അടുത്ത ചന്ദ്രഗ്രഹണം എന്നാണ് എന്ന് മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഷാർജയിലേക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് നാളെ രാവിലെ 3:45 പോകുന്നത് അപ്പോൾ തന്നെ പോകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റ് ആ സമയത്ത് എത്തുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്തുകൊണ്ടാണ് സൂര്യന്റെ കാര്യത്തിൽ, ചന്ദ്രന്റെ കാര്യത്തിൽ നമുക്ക് ഇത്ര കൃത്യമായി മുൻകൂട്ടി പറയാൻ സാധിച്ചിട്ടുള്ളത്? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. سبحان الله. സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് സർവജ്ഞനായ പ്രതാപശാലിയായ അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. ചന്ദ്രന് ചില പ്രത്യേക കാലഗണനകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ
അത് ഉണങ്ങിയ ഈത്തപ്പന തണ്ട് പോലെ ചുരുങ്ങിയതായി മാറുന്നു. സൂര്യന് ചന്ദ്രനെ അതിജയിക്കാനോ രാവിന് പകലിന് മുൻകടക്കാനോ സാധ്യമല്ല. ഓരോന്നും അതാതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കണിശതക്ക് എന്താണ് കാരണം? സൂര്യൻ അല്ലാഹുവിനെ അനുസരിക്കുന്നു. ആ അനുസരണത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം. ചന്ദ്രൻ അല്ലാഹുവിനെ അനുസരിക്കുന്നു. ആ അനുസരണത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം. ഒരു കോഴിമുട്ട തള്ളക്കോഴിക്ക് അടവെച്ചാൽ 21ാമത്തെ ദിവസം അത് വിരിയും. ആ പക്ഷിയുടെ ജീവിതക്രമത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം. ഇവിടെ പക്ഷികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവ നടത്തുന്നത് തസ്ബീഹാണ്. ലോകത്തിന്റെ സൃഷ്ടാവിനെ വാഴ്ത്തലാണവ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സകല ജീവജാലങ്ങളും അവയുടെ സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവയൊക്കെയും അസ്ലമ, കീഴൊതുങ്ങി, അവയൊക്കെ അനുസരിച്ചു, വഴിപ്പെട്ടു. ആ അനുസരണം മനുഷ്യനും നടത്തിയാൽ അവന് പറയുന്ന പേരാണ് മുസ്ലിം. അല്ലാതെ ശരീരത്തിലെ നിർദ്ദിഷ്ട ഭാഗത്തിന് ഒരല്പം തൊലി നീക്കി എന്നത് കൊണ്ട് മാത്രം ഒരാൾക്കാകാൻ സാധിക്കുന്നതല്ല മുസ്ലിം എന്നത്. പേര് മാറ്റി ഒരു അറബി പേരാക്കി മാറ്റി എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ആകാൻ സാധിക്കുന്ന ഒന്നല്ല ഇസ്ലാം എന്നത്. മറിച്ച് ജനിപ്പിച്ച, വളർത്തുന്ന, സംരക്ഷിക്കുന്ന, ഭക്ഷണം നൽകുന്ന, ജീവിതത്തിൽ ആവശ്യമുള്ളത് മുഴുവൻ നൽകുന്ന ലോകത്തിന്റെ അധിപനായ നാഥനെ അവന് കീഴ്പ്പെട്ട് അവന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അനുസരിക്കുന്ന, അനുധാവനം ചെയ്യുന്ന മനുഷ്യനെ പറയുന്ന പേരാണ് മുസ്ലിം എന്നത്. ആ സമർപ്പണത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം എന്നത്. എത്ര ലളിതമാണ് സഹോദരങ്ങളെ! ഈ ഇസ്ലാം മനുഷ്യനോട് ഒന്നാമതായി സംസാരിക്കുന്നത് വിശ്വാസം നന്നാക്കാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർമ്മങ്ങളെ രൂപപ്പെടുത്തുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് എന്തിൽ വിശ്വസിക്കണം, ഏതിൽ വിശ്വസിക്കണം? നീ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നവനാണ് പ്രപഞ്ചത്തിന്റെ അധിപൻ. അവന് ഭാവി, ഭൂത, വർത്തമാന കാല വ്യത്യാസങ്ങളില്ല. എല്ലാ നിലക്കും വ്യത്യസ്തനായ, അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല. ഉപമകൾക്ക് കീഴ്പ്പെടാത്ത, ഒരു നിലക്കുമുള്ള സംയതപ്പെടുത്തലുകൾക്ക് വിധേയമല്ല. ആ നാഥനെ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രശ്നവും പ്രയാസവും ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ സമർപ്പിക്കണം? ഏത് ശക്തിയുടെ മുമ്പിൽ സമർപ്പിക്കണം? ഞാൻ വയനാട്ടിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ അടിവാരത്തിന് സമീപത്തൊരു സ്ഥലമുണ്ട്. അവിടെ ആളുകൾ നാണയത്തൊട്ടുകൾ എറിയും. എന്തിനു വേണ്ടിയാണ്? വയനാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഹെയർപിൻ വളവുകളിൽ അപകടം സംഭവിക്കാതിരിക്കാൻ. പക്ഷെ എവിടേക്കാണ് നാണയത്തൊട്ട് എറിയുന്നത്? ഒടുങ്ങക്കാട് എന്ന സ്ഥലത്താണ്. അവിടെ പണ്ട് കാലത്ത് ചെറിയൊരു പള്ളിയും ഇപ്പോൾ മനോഹരമായ വലിയൊരു പള്ളിയുമുണ്ട്. അവിടേക്ക് എന്റെ നാണയമെറിയാൻ കാരണം, ഈ യാത്ര പോകുന്ന മനുഷ്യൻ വിശ്വസിക്കുന്നത് അവിടെ മറമാടപ്പെട്ട മഹാൻ ഈ യാത്രക്കിടയിലുള്ള അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്നാണ്. പക്ഷെ പരിശുദ്ധ ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീ പ്രാർത്ഥിക്കണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇതാ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു, ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു. വണ്ടിയിലേക്ക് ഇരുന്ന ചാവി കൊടുക്കുമ്പോൾ പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന നാഥൻ എത്ര പരിശുദ്ധനാണ്. അവന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ എനിക്കിത് ലഭിക്കുമായിരുന്നില്ല. തീർച്ചയായും നാം അവനെ കണ്ടുമുട്ടുന്നവർ തന്നെയാണ്. ഇത് പറയുന്നതോടുകൂടി അവൻ സുരക്ഷിതനായി. അവന്റെ മനസ്സിലൊരു ഭയമില്ല. കാരണം കൂട്ടിമുട്ടാതെ കോടിക്കണക്കിന് വരുന്ന നക്ഷത്രഗോളങ്ങളെ, മിൽക്കി വേകളെ, ആകാശഗംഗകളെ നിയന്ത്രിക്കുന്ന റബ്ബാണ് എന്റെ വാഹനത്തെയും നിയന്ത്രിക്കുന്നത്. അതിനെ അപകടത്തിൽപ്പെടുത്താതെ സംരക്ഷിക്കാൻ ആ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. ഈ സുരക്ഷിതത്വം, ഈ തെളിമ, ഈ വിശ്വാസം നൽകുന്ന ധൈര്യം മറ്റെന്താണ് സഹോദരങ്ങളെ ഒരു മനുഷ്യന് നൽകുക? അതുകൊണ്ടാണ് ചരിത്രം പഠിപ്പിക്കുന്നു, ആ ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവന്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാവൂ, അവനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്നത് പഠിപ്പിച്ചതിന്റെ പേരിൽ മലയാളത്തിൽ ആലങ്കാരികമായി നമ്മൾ ഉപയോഗിക്കുന്ന അഗ്നി പരീക്ഷണം നേർക്ക് നേരെ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടായിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം.
ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അഗ്നികുണ്ഡം ഒരുക്കപ്പെടുകയും നന്മയുടെ എതിരാളികൾ മുഴുവൻ ഒന്നു ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ തീയിലേക്ക് എടുത്തെറിയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോ ലോകത്തിന്റെ അധിപൻ പടച്ച തമ്പുരാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുകയാണ് സഹായത്തിന് വേണ്ടി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് പ്രവാചകരെ ഞാൻ ചെയ്യേണ്ടത്? റബ്ബ് അയച്ചതാണ് എന്നെ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറുപടി, എരിയുന്ന അഗ്നിയുടെ സമീപത്ത് നിന്നുകൊണ്ടുള്ള മറുപടി, തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ എന്റെ റബ്ബാണ്. ഈ സുരക്ഷിതത്വ ബോധം എന്താണ് സഹോദരങ്ങളെ? മറ്റേത് മാർഗത്തിലൂടെയാണ് മനുഷ്യന് ഇത് ലഭ്യമായി തീരുക? അതുകൊണ്ട് ആ അല്ലാഹുവിനെ അറിയൽ, ആ അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന, അവന് മാത്രമുള്ള ആരാധന. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയ ഒന്നിനെ തടയാൻ കഴിയുന്ന ഒരാളുമില്ല, നീ തടഞ്ഞതിനെ നൽകാൻ കഴിയുന്ന ഒരാളുമില്ല എന്ന് നമസ്കാര ശേഷം ഒരു വിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ പ്രഖ്യാപിക്കുന്നത് ഈ ചോദ്യം, ഈ പ്രാർത്ഥന, ഈ ദുആ, ഈ സമർപ്പണം റബ്ബിനല്ലാതെ മറ്റൊരാൾക്ക് പാടില്ല എന്ന ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യമാണ്. അല്ലാഹു പറയുന്നു സൂറത്തു അഅറാഫ് 96-ാമത്തെ വചനത്തിലൂടെ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. മനുഷ്യരാ നാട്ടിലെ ജനങ്ങളെങ്ങാനും അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശഭൂമികളിൽ നിന്ന് അനുഗ്രഹങ്ങൾ നാം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ അവരെല്ലാ സത്യത്തെയും നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ കർമ്മഫലമായി നാം അവരെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കോവിഡ് വന്നപ്പോ നമ്മൾ നിസ്സഹായരായി മാറി. ഇവിടെ പുതിയ ഒരു വൈറസിനെ കുറിച്ച് കേൾക്കുമ്പോ 2 കുട്ടികൾക്ക് അത് ഇന്ത്യയിൽ ആദ്യമായി ഇന്ന് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ഭയചകിതരായി മാറുന്നു. അത്ര ദുർബലനാണ് മനുഷ്യൻ. അതുകൊണ്ട് ചിന്തിക്കാൻ, പഠിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലാഹു ആരെന്നറിയാൻ, അവന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കാൻ, വിശ്വാസപരമായ ആ വിശുദ്ധമായ മാർഗത്തെ സ്വീകരിക്കാൻ പരിശുദ്ധ ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നു. അല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? വലം യൽബിസു ഈമാനഹും ബിദുൽമ, അവർ ഒരിക്കലും അവരുടെ വിശ്വാസത്തോട് ദുൽമ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടില്ല. അഥവാ ഏതാണ് ആ ദുൽമ? ഈ ആയത്തിനെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 82-ാമത്തെ ഈ വചനത്തെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് അവിടെ ദുൽമ എന്നത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ, റബ്ബിന് മാത്രം നൽകേണ്ടത് റബ്ബല്ലാത്ത സൃഷ്ടികൾക്ക് നൽകൽ. അങ്ങനെ ഈമാനിൽ ദുൽമ ചേർക്കുന്ന ആളുകൾ അവർ രക്ഷപ്പെടുകയില്ല. അതിൽ നിന്ന് മോചിതർ ആരാണോ? ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, അവരാണ്, തീർച്ചയായും അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് നേരായ മാർഗം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജീവിത വിജയത്തിന്റെ വഴി അല്ലാഹുവിന്റെ മുമ്പിലുള്ള സമർപ്പണമാണ്, അവനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ്, അവന് മാത്രമുള്ള ആരാധനയാണ്. പക്ഷേ ഈ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുമ്പോഴും ഹൃദയം കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളായ പല ആളുകളും ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് അവരാണ്, രോഗം സുഖപ്പെടുത്തുന്നത് അവരാണ്. എന്ത് പ്രതിസന്ധികളിലും മനുഷ്യരെ രക്ഷപ്പെടുത്താൻ കഴിയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരാണ് അല്ലാഹു എന്ന് വരെ പറയുന്നിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ പലരും എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ കൃത്യമായി അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു, അല്ലാഹു അല്ലാത്ത മറ്റേതൊരു ഇലാഹിനോട് ആര് പ്രാർത്ഥിക്കുന്നുവോ അക്കാര്യത്തിൽ അവർക്കൊരു തെളിവുമില്ല എന്ന്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവന്വേഷിച്ച് നടക്കുകയാണ് ആളുകൾ എന്ന്. ബദറിൽ റസൂലുള്ളാഹ് അവിടെ വെച്ച് മുശ്രിക്കുകളുടെ നേതാക്കളുടെ മയ്യത്തുകളെ പൊട്ടക്കിണറ്റിലേക്ക് തട്ടിയിട്ടപ്പോ ചോദിച്ചിട്ടുണ്ട്, എന്ത് തോന്നുന്നു എന്ന്. മരിച്ചവരോടാ ചോദിച്ചത്, അതുകൊണ്ട് മരിച്ചവരോട് ചോദിക്കാൻ അത് തെളിവാണ് എന്ന് വരെ പറയുന്ന അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ വേണ്ടി, തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ. പക്ഷേ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിൻ 117-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ലാ ബുർഹാന ലഹു ബി
എന്നാണ്. വളരെ ഖണ്ഡിതമായി സംശയമില്ലാതെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഒരു തെളിവും നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ കരുത്ത് എന്താണ്? തവക്കുലാണ്. എന്താണ് തവക്കുൽ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തവക്കുൽ എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിന്റെ അടയാളം മാത്രമാണ്. പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടെ കൊണ്ടൊരു ബോർഡ് ഓം നമ ശിവായ. ശരി, ഇതൊരു ഹിന്ദുവിന്റെ വീടാണ്. അവിടെ കയറി ചെന്നപ്പോ അവിടെയുള്ള ബോർഡ് എന്താണ്? എന്നിൽ വിശ്വാസം അർപ്പിച്ചവൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു മത്തായി. ശരി, ഇതൊരു ക്രിസ്ത്യാനിയുടെ വീടാണ്. അവിടെയുള്ള ബോർഡ് എന്താണ്? തവക്കൽതു അലല്ലാഹ്. ശരി, ഇതൊരു മുസ്ലിമിന്റെ വീടാണ്. ഈ തിരിച്ചറിവിന്റെ അടയാളം മാത്രമായി മാറുന്നു എന്ന്. പക്ഷെ എന്താണ് തവക്കുൽ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് കരുത്ത് നൽകുന്ന ആദർശമാണ്. ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവം ഞാൻ ഓർത്തു പോകുന്നു. ഗൾഫിൽ വെച്ച് 10 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞ് താഴോട്ട് വീഴുകയാണ്. തല പൊട്ടിച്ചിതറി രക്തം വാർന്നൊലിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് ആളുകൾ ഓടിക്കൂടുകയാണ്. ആ സമയം അതാ ഒരു യുവാവായ മനുഷ്യൻ ഓടി വന്നിട്ട് ആ പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത് ചോരയൊലിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരം കയ്യിലെടുത്തിട്ട് 2 കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന്. ആരായിരുന്നു അത്? ആ കുഞ്ഞിന്റെ പിതാവാണ്. ആ കുഞ്ഞിന്റെ പിതാവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിച്ചത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സത്യവിശ്വാസിയെ കുറിച്ച്, അല്ലാഹുവിനെ മനസ്സിലാക്കിയ മനുഷ്യനെ കുറിച്ച് റഹ്മാനായ റബ്ബ് ഒരു കുഞ്ഞിന്റെ റൂഹ് പിടിച്ചെടുത്ത് മലക്കുകൾ റബ്ബിലേക്ക് ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കും, എന്റെ അടിമയുടെ കുഞ്ഞിന്റെ റൂഹ് നിങ്ങൾ പിടിച്ചെടുത്തപ്പോ എന്തായിരുന്നു അവന്റെ പ്രതികരണം? ആ സമയത്ത് അവൻ നിന്നെ സ്തുതിച്ചു റബ്ബേ എന്ന് മലക്കുകൾ മറുപടി പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയും, അവന് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് പണിയൂ, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കുഞ്ഞ് താഴോട്ട് വീണപ്പോ വാവിട്ട് കരയുന്നതിന് പകരം ആ പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത് കയ്യിലെടുത്ത് അൽഹംദുലില്ലാഹ് പറയാൻ ആ മനുഷ്യന് സാധിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ആത്മഹത്യ പെരുകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ പഠനം നടത്തിയ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ ഇന്ത്യ ടുഡേ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു പഠനം നമുക്കറിയാം. മലപ്പുറം ജില്ല ഇന്ന് പലർക്കും തലവേദനയാണ്. മലപ്പുറത്താണ് ഭീകരവാദം, മലപ്പുറത്താണ് വർഗീയത, മലപ്പുറത്താണ് കൂടുതൽ അക്രമ സംഭവമുള്ളത്. പക്ഷെ ഇന്ത്യ ടുഡേയുടെ പഠനത്തിൽ കേരളത്തിലെ ആത്മഹത്യകളെ സംബന്ധിച്ച് നടത്തിയ പഠനത്തിൽ അവസാനത്തെ വാചകമായി അവർ എഴുതി, ജില്ല തിരിച്ച് കണക്ക് നോക്കുമ്പോ ആത്മഹത്യ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ്. അതിനൊരു കാരണം എഴുതി, അവിടെ ബഹുഭൂരിഭാഗം മുസ്ലിം സമൂഹമാണ്, അവരുടെ പ്രത്യേക വിശ്വാസമാണ് അവർക്കിടയിൽ ആത്മഹത്യ കുറയാൻ കാരണം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ വിധി അനുസരിച്ചാണ്, അവൻ കൽപ്പിക്കുന്ന വിധത്തിലെ കാര്യങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന യഥാർത്ഥമായ തൗഹീദ് ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു മനുഷ്യന് മനസ്സിന്റെ സമാധാനം ഉണ്ടാകുന്നത്. ഈ തവക്കുൽ, ഞാൻ നേരത്തെ പറഞ്ഞ ബിംബങ്ങളിലേക്ക്, ജാരങ്ങളിലേക്ക് പണമെറിയുമ്പോ, അവിടെ കൂടിയുള്ള നേർച്ചക്കുറ്റികളിൽ കാശിടുമ്പോ മനുഷ്യന് നഷ്ടപ്പെടുന്നത് ഈ തവക്കുലാണ്. എന്നാൽ പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ച അതിമഹത്തായ ഒരു പാഠമുണ്ട്. സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം, സ്നേഹമുള്ള അങ്ങേയറ്റം വാത്സല്യമുണ്ടായിരുന്ന പ്രിയപുത്രൻ യൂസുഫിനെ അസൂയമൂത്ത സഹോദരങ്ങൾ കൊണ്ടുപോയിട്ട് കിണറ്റിലെറിഞ്ഞു. കിണറ്റിലെറിഞ്ഞിട്ട് കുപ്പായത്തിൽ ചോര പുരട്ടിയിട്ട് ഉപ്പയുടെ മുമ്പിൽ വന്നിട്ട് ചെന്നായ പിടിച്ചു എന്ന വാർത്ത പറയുന്നു. കള്ളച്ചോര പുരട്ടിയ കുപ്പായവുമായി അവര് വന്നപ്പോ തങ്ങളുടെ സഹോദരനെ ചെന്നായ പിടിച്ചു എന്ന വാർത്ത പറഞ്ഞപ്പോ ആ ഉപ്പയുടെ മറുപടി എന്താ? സബറുൻ ജമീൽ, സബറുൻ ജമീൽ. സുന്ദരമായ ക്ഷമ, സുന്ദരമായ ക്ഷമ. ആയത്തുകളിലൂടെ സഞ്ചരിച്ചാൽ 88ാമത്തെ ആയത്തിലെത്തിയാൽ നമുക്ക് കാണാം, ബിന്യാമീൻ എന്ന സഹോദരനെ കൊട്ടാരത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പിടിച്ചു വെച്ചു. 2 മക്കളെ നഷ്ടപ്പെട്ട പിതാവ് ബിന്യാമീനെ കൊട്ടാരത്തിൽ പിടിച്ചു വെക്കപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ വൃദ്ധനായ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മറുപടി എന്താ? യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വലാ തയഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ.
എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ പോയിട്ട് യൂസുഫിനെയും സഹോദരനെയും അന്വേഷിക്കൂ. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടരുത്. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടരുത്. കാരണം നിഷേധികളായ ആളുകൾ മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടുന്നു. റബ്ബിനെ മനസ്സിലാക്കിയവരാണ് സത്യവിശ്വാസം. ആ വിശ്വാസത്തിന്റെ കരുത്തവനുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധിയിലും അല്ലാഹുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് മനസ്സിന്റെ സമാധാനം, നിർഭയത്വം നേടുന്നവനാണവൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലൂടെ പഠിപ്പിക്കുന്ന യൂനുസ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാവുന്ന സുപരിചിതമായ ചരിത്രമാണ്. ആളുകൾ സത്യദീൻ ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ട് നിരാശനായി നാടുവിട്ട അദ്ദേഹം കപ്പലിൽ വെച്ച് കടലിലേക്ക് എറിയപ്പെടുകയും മത്സ്യം വന്ന് വിഴുങ്ങുകയും ചെയ്യുന്നു. തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, വദന്നൂനി ദഹബ മുഗാദിബൻ വദന്ന അല്ലൻ നഖദിർ അലൈഹി വനാദാ ഫി ദുലുമാതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന അദ്ദേഹം നടത്തിയ ആ പ്രാർത്ഥനയുടെ വിശദീകരണം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു. മത്സ്യം വന്ന് വിഴുങ്ങിയപ്പോൾ അല്ലാഹു കൽപ്പിച്ചു ആ മത്സ്യത്തോട് അദ്ദേഹത്തിന്റെ എല്ലുകളെ പൊടിച്ചു കളയരുത്, അദ്ദേഹത്തെ ദഹിപ്പിച്ചു കളയരുത്. വാനലോകത്തെ മലക്കുകൾ ചോദിക്കുന്നു റബ്ബിനോട്, പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് ഒരു തസ്ബീഹ് കേൾക്കുന്നുണ്ടല്ലോ, നിന്നെ വാഴ്ത്തുന്ന വാക്ക് കേൾക്കുന്നുണ്ടല്ലോ. അല്ലാഹു മറുപടി പറയുന്നു, അത് സമുദ്രത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ടുള്ള എന്റെ പ്രവാചകൻ യൂനുസിന്റെ ദുആയാണ്. സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ആ സുജൂദിൽ കടന്നിട്ട് അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുവേ, ലോകത്തിന്നേ വരെ ഒരാളും സുജൂദ് ചെയ്യാത്തൊരു സ്ഥലത്താണ് നിന്റെ ഈ അടിമ സുജൂദ് ചെയ്തിരിക്കുന്നത്, മത്സ്യത്തിന്റെ വയറ്റിൽ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ ദുആ നടത്തണം. ആ പ്രയാസത്തെ അല്ലാഹു നീക്കി തരും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റഹ്മാനായ റബ്ബിന്റെ ആ പ്രാർത്ഥനയ്ക്കുള്ള ആ റബ്ബിന്റെ ഉത്തരം വന്നു. മത്സ്യം അദ്ദേഹത്തെ കരയിലേക്ക് രക്ഷപ്പെടുത്തി. ഒരടിമ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടുന്ന വിധത്തിൽ സമർപ്പിച്ചാൽ അചിന്ത്യമായ സങ്കല്പിക്കാൻ കഴിയാത്ത മാർഗത്തിലൂടെ അല്ലാഹു സഹായിക്കുമെന്ന പാഠമാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ ഈ റബ്ബിന്റെ സ്ഥാനത്ത് പലരെയും മനുഷ്യൻ പ്രതിഷ്ഠിക്കുമ്പോ അവിടെയാണ് വിശ്വാസ വൈകല്യം സംഭവിക്കുന്നത്, അവിടെയാണ് ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെടുന്നത്. ഹദീസുകളിൽ നമുക്ക് കാണാം, ഭക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണല്ലോ ഹലാവത്ത്, തുഴമ് എന്നത്. മാധുര്യം, രുചി എന്നത് ഈമാനുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് റസൂലുള്ളാഹി ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും തൃപ്തിപ്പെട്ട ഒരു മനുഷ്യന് ഈമാനിന്റെ രുചി അനുഭവിക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ ഇൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കും ഹലാവത്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഒന്ന് അല്ലാഹുവും അവന്റെ റസൂലും, അത് രണ്ടുമല്ലാത്ത മറ്റേതിനേക്കാളും പ്രിയപ്പെട്ടതാവുക. വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാഹ്. ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കുക. വമൻ യക്റഹു അൻ യഊദ ഇലൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുൽഖിയ ഫിന്നാർ. അല്ലാഹു കുഫ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈമാനിലേക്ക് എത്തിച്ച ശേഷം വീണ്ടും കുഫ്റിലേക്ക് തിരിച്ചു പോകുന്നത് തീയിലേക്ക് എറിയപ്പെടുന്ന പോലെ വേദനയുള്ളതാവുക. ഈ മൂന്ന് ഗുണങ്ങൾ ആർജിച്ചെടുക്കാൻ സാധിച്ചാൽ ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ്. ഭക്ഷണത്തിന്റെ രുചി പോലെ അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണ് വിശ്വാസത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. അതിലൂടെ ലഭിക്കുന്ന നിർഭയത്വം. അതുകൊണ്ട് മനുഷ്യൻ ഈ രംഗത്ത് തെറ്റിപ്പോകാൻ എന്തേ കാരണം? സൂറത്തു ഹജ്ജിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കാൻ. യാ അയ്യുഹന്നാസ് ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبوا الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب.
മനുഷ്യരെ ചെവി കൂർപ്പിച്ച് കേൾക്കൂ, ഇസ്തമഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ എന്നല്ല പറയുന്നത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് പറയാണ്. ഒരു ഉദാഹരണ പറയാൻ പോവാൻ, ശ്രദ്ധിച്ച് കേൾക്കൂ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ, ഒരു ഈച്ചയെ പോലെ അവർ സൃഷ്ടിച്ചിട്ടില്ല. സ്വന്തമായി അവർ ഒന്നിച്ച് ഒരുമിച്ച് കൂടിയാൽ അതിന് കഴിയില്ല. മാത്രമല്ല ഒരു ഈച്ച വല്ലത് അവരുടെ അടുക്കൽ നിന്ന് എടുത്തു കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. അത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഈ തേടുന്ന ആളുകളും തേടപ്പെടുന്ന ശക്തികളും എത്ര ദുർബലരാ. എന്തുകൊണ്ടാണ്? രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, എല്ലാം അടക്കി ഭരിക്കുന്ന എല്ലാ കഴിവിന്റെയും ഉടമയായ ആ ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ടത് സൃഷ്ടികൾക്ക് നൽകാൻ കാരണം വമാ ഖദറുല്ലാഹ ഹഖ ഖദരി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ല. അല്ലാഹു അങ്ങേറ്റം കഴിവുള്ളവനും പ്രതാപശാലിയുമാണ്. പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന വിധം മനസ്സിലാക്കിയില്ല. ഉപമകൾ പറഞ്ഞു. ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുത്താൽ വീട്ടിലുള്ള സിസ്റ്റം മുഴുവൻ കരിഞ്ഞു പോകും, ബൾബ് കത്തിപ്പോകും. അതുപോലെ പടച്ചവനോട് നേരിട്ട് ചോദിച്ചാൽ നമ്മൾ ഫ്യൂസായി പോകും എന്നുള്ള പോലും ഉദാഹരണങ്ങൾ പറഞ്ഞ് പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന വിധത്തിൽ മനസ്സിലാക്കാതെ പോയി. അവിടെയാണ് വിശ്വാസരംഗത്ത് ചൂഷണങ്ങൾ ഉണ്ടായത്. അവിടെയാണ് പെട്ടിയും പെട്ടിവരവും ഉണ്ടായത്. അവിടെയാണ് നേർച്ചയും ആഘോഷവും ആഘോഷ കമ്മിറ്റിയും ആനവരവും പെട്ടിവരവും ഉണ്ടായിത്തീർന്നത്. അവിടെയാണ് വിശ്വാസം പാവപ്പെട്ടവന്റെ പോക്കറ്റ് അടിക്കുന്ന ഏർപ്പാടായി മതപുരോഹിതന്മാർക്ക് മാറിയിട്ടുള്ളത്. മറിച്ച് ഇസ്ലാം ധവളമായ ശുദ്ധമായ മനുഷ്യന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട മതമാണ്. അത് വിശ്വാസത്തിന്റെ കരുത്ത്, അതിന്റെ മാധുര്യം മനുഷ്യർക്ക് നൽകുന്നു. ഇങ്ങനെ വിശ്വാസത്തിലൂടെ സുരക്ഷിതനായി തീർന്നാൽ പിന്നെ മനുഷ്യന് ആവശ്യം എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വആഫിൻ ഫീ ബദനിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫഖദ് ഹുയിസത് ലഹു ദുനിയാ. തീർച്ചയായും 3 കാര്യങ്ങൾ ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തേത്, സമൂഹത്തിലാകുമ്പോ തന്റെ സംഘത്തോടൊപ്പമാകുമ്പോ സുരക്ഷിതത്വ ബോധമുണ്ടാവുക, ശരീരത്തിന് ആരോഗ്യമുണ്ടാവുക, അന്നത്തെ അന്നത്തിന് വകയുണ്ടാവുക. ദുനിയാവിൽ അവന് വേണ്ടത് ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി മനുഷ്യന് ആവശ്യമുള്ള, നിർഭയനായി ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് എന്ന് വളരെ കൃത്യമായി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ 14-ാമത്തെ അധ്യായം 35-ാമത്തെ ആയത്ത് മുതലുള്ള ആയത്തുകളിലൂടെ അല്ലാഹു നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തരികയാണ്. വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് നടത്തിയ പ്രാർത്ഥന, നാഥാ, ഞങ്ങളുടെ ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണമേ. ജീവിത സാഹചര്യം നിർഭയത്വത്തിൻ്റെതാക്കി നിലനിർത്തുക, അത് വളരെ പ്രധാനമാണ്. അമ്ന, ഈമാൻ ഒരേ ധാതുവിൽ നിന്നുണ്ടായതാണ്. യഥാർത്ഥമായ നിർഭയത്വം ഒരാൾക്ക് ലഭിക്കുന്നത് ഈമാനിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസത്തിലൂടെയാണ്. അതോടൊപ്പം നാട്ടിലെ നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കുന്നവരായി മാറണം. നമ്മുടെ നാട് ഇന്ന് വളരെ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർഗീയതയുടെ കൃഷി ഇറക്കി അതിന്റെ വിത്തിറക്കി വിളവെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലെ ഏത് വാർത്തയുടെയും കമന്റുകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിൽ ആന, അത് ഏതോ ഒരാള് അതിനെ പടക്കം വെച്ച് അത് ജീവൻ നഷ്ടപ്പെടാൻ കാരണമാണെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രി മലപ്പുറത്ത് ഇതാ ആനയെ കൊന്നിരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ഏത് വാർത്ത വന്നാലും ഒരു പാവപ്പെട്ട ഒരു നായ ഏതോ ഒരാൾ തന്റെ വാഹനത്തിന്റെ പിറകിൽ വലിച്ചേച്ചു കൊണ്ടുപോയപ്പോൾ പോലും ആ മനുഷ്യന്റെ പേര് നോക്കി പ്രതികരിക്കുന്ന, ഏത് റിപ്പോർട്ട് വന്നാലും പേര് നോക്കി കമന്റ് ഇടുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സുകളെ വർഗീയമായി വേർതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അതിൽ ഇന്ന് പലരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്.
പാകിസ്ഥാന് വേണ്ടിയുള്ള ആ മുറവിളി ഏറ്റവും കൂടുതൽ നടന്നത് മലപ്പുറത്ത് നിന്നാണെന്ന് വിളിച്ചു പറയുമ്പോഴും ഉള്ളത് ആ വിധത്തിലുള്ള വർഗീയമായ ചേരിതിരിവിന് വെള്ളം നൽകാനുള്ള ശ്രമമാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപകടകരമാണ് ആ നിലപാട്. കാരണം ഇവിടെ ഞാൻ സംസാരിക്കുമ്പോ, ഞാൻ വീട് പൂട്ടിപ്പോരുമ്പോ എന്റെ വീടിന്റെ താക്കോൽ ഞാൻ എവിടെയാ ഏൽപ്പിക്കുക? എന്റെ വീടിന്റെ തൊട്ടടുത്ത വീട് അപ്പുവേട്ടന്റെ വീടാണ്. മരണപ്പെട്ടു പോയ അപ്പുവേട്ടന്റെ വീട്ടിലുള്ള അപ്പുവേട്ടന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ജാനകി ചേച്ചിയുടെ കയ്യിലാണ് ഞാൻ ഇന്ന് എന്റെ വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചു പോരുക. കേരളത്തിന്റെ സാമൂഹിക സാഹചര്യം അങ്ങനെയാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നിച്ച് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു നാട്. അവിടെ മനസ്സിൽ പകയുണ്ടായാൽ, വിദ്വേഷമുണ്ടായാൽ, വിഭാഗീയതയുണ്ടായാൽ അത് ഈ നാടിന്റെ സമാധാനമാണ് നഷ്ടപ്പെടുത്തുക. അത് അധികാരികൾ തിരിച്ചറിയൽ ആവശ്യമാണ്. അതുകൊണ്ട് വർഗീയതയുടെ വിത്തിറക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് മാനുഷാദ അരുത് കാട്ടാളരെ എന്ന് പറയേണ്ടത് സമാധാനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. ഏതായിരുന്നാലും നിർഭയത്വം, അതാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം. തന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ, അത് പ്രബോധനം ചെയ്യണമെങ്കിൽ നിർഭയത്വമുള്ള ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ട് ഇസ്ലാം അതിന് പ്രാമുഖ്യം നൽകി. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയിൽ ഒന്നാമതായി അല്ലാഹു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. അതുപോലെ തന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. രണ്ടാമത്തെ വിഷയം 40-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നത്, എന്നെ നീ ആരാധന അനുഷ്ഠിക്കുന്നവനാക്കി മാറ്റണമേ എന്നതാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത. വായുവും വെള്ളവും നൽകിയ റബ്ബുമായി ഹൃദയം കൊണ്ട് ബന്ധം സ്ഥാപിച്ചു ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളെയും ആ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സൂക്ഷ്മതാബോധത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ മാത്രമല്ല, എന്റെ മക്കളും ആ ആദർശത്തിൽ വളർന്നു വരണം. സന്തതി തലമുറ, ഞാൻ ഇന്ന് പറയേണ്ടുന്ന ആവശ്യമില്ല. ദുരന്തത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എന്റെ മക്കളും നിനക്കുള്ള ആരാധന അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നിന്റെ തൗഫീഖ് ഉണ്ടാകണമേ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അത് മാത്രമല്ല, ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്ത്. കായ്കനികളുള്ള നാടാവണം, കാർഷിക വിളവുകളുള്ള നാടാവണം, പച്ചപ്പുള്ള ഭൂമിയാവണം. അങ്ങനെ പച്ചപ്പുള്ള ഭൂമിയിൽ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് നിർഭയത്വത്തിന്റെ സാഹചര്യത്തിൽ ആ റബ്ബിന്റെ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം 4000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുവെങ്കിൽ ഇന്നും വിസ്ഡം ഇസ്ലാമിക് മൂവ്മെന്റിന്റെ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത് ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തന്നെയാണ്. ഏകനായ റബ്ബിനെ അങ്ങേറ്റത്തെ സമർപ്പണത്തോടുകൂടി ആരാധിച്ചു അവനിലുള്ള വിശ്വാസത്തിലൂടെ മനസ്സിന്റെ സമാധാനം കണ്ടെത്തി സന്തതികളും അവനെ ഭയപ്പെട്ട് ധാർമ്മികതയിൽ ജീവിക്കുന്നവരായി മാറി പരസ്പര സൗഹാർദ്ദത്തിന്റെ ഒരു ഭൂമിക പണിതു. അവിടെ കൃഷി ഇറക്കി, വിളവിറക്കി, പല സമൃദ്ധി അനുഭവിച്ച് ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു നാടായി ഈ നാടിനെ നിലനിർത്തുക എന്ന അർത്ഥഗർഭമായ പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ദീൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ഏകനായ ആ നാഥനിലുള്ള സമർപ്പണത്തിലൂടെ മനസ്സിന്റെ സമാധാനം നേടാൻ വേണ്ടിയാണ്. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട്, ഇതൊരു മരണപ്രത്യ ശാസ്ത്രമാണ്, മരണത്തിന് ശേഷമുള്ളതേ പറയാനുള്ളൂ, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവർക്കൊന്നും പറയാനില്ല, ഇതൊരു ശ്മശാന വിപ്ലവത്തിന്റെ ആദർശമാണെന്നൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണത്തെ കുറിച്ച് പഠിപ്പിച്ചതോടൊപ്പം പരിശുദ്ധ ഇസ്ലാം കൈവെക്കാതെ പോയ ഒരു മേഖലയില്ല. തൊഴിലാളിയും മുതലാളിയും അവർ വർഗശത്രുക്കളാണ്, അതുകൊണ്ട് അവരുടെ സംഘട്ടനത്തിലൂടെയാണ് ലോകത്തിന്റെ പുരോഗതി എന്ന് വാദിച്ച ആളുകളുണ്ട്. എന്നാൽ ഇസ്ലാം തൊഴിലാളിയെയും മുതലാളിയെയും വർഗശത്രുക്കളായിട്ടല്ല കാണുന്നത്, മറിച്ച് പാരസ്പര്യത്തിൽ അവരെ കൂട്ടിയിണക്കുന്നു. ഇസ്ലാം മുതലാളിയോട് പറഞ്ഞു, തൊഴിലാളിയെ വിളിക്കുമ്പോ കൂലി നിശ്ചയിക്കണം, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന്റെ കൂലി കൊടുക്കണം.
അവിടുന്ന് മറ്റൊരിക്കൽ പറഞ്ഞു, നിന്റെ ഭൃത്യൻ നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയാൽ 1 2 ഉരുൾ അവന്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് നീ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നീണ്ട വർഷക്കാലത്തോളം പ്രവാചകന്റെ കൂടെ അനുചരനായി നിന്ന് പരിചാരകനായി നിന്ന വ്യക്തി മാതാപിതാക്കൾ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോഴും ഇല്ല, ഞാൻ വരാൻ ഇഷ്ടപ്പെടുന്നില്ല, പ്രവാചകന്റെ സാമീപ്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ കാരണം തൊഴിലാളിയോടുള്ള അവകാശങ്ങളെ കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് മുതലാളിയോട് കൽപ്പിച്ച അതേ ഇസ്ലാം പറഞ്ഞു, തൊഴിലാളിയോട് നിന്റെ മുതലാളി, നിന്റെ തൊഴിലുടമ നിനക്ക് നൽകിയ ചുമതല അത് അമാനത്താണ്, അതിൽ നിന്ന് വല്ലതും നീ എടുത്താൽ അത് മോഷണമാണ്, മോഷണമാണ്, മോഷണമാണ് എന്ന് ആവർത്തിച്ചു പഠിപ്പിച്ചു. അങ്ങനെ മഹത്തരമായ ഒരു തൊഴിൽ സംസ്കാരത്തെയും തൊഴിലാളി മുതലാളി ബന്ധത്തെയും സൃഷ്ടിച്ചെടുത്തുകൊണ്ട് തൊഴിലിന്റെ ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉയർത്തിപ്പിടിച്ച മതമാണ് ഇസ്ലാം. മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹം കൊല്ലപ്പണിയെടുത്ത് ജീവിച്ചു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സക്കരിയ അലൈഹിസ്സലാം ആശാരിപ്പണിയെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആടുകളെ മേച്ച് ജോലി ചെയ്തവർ, അതേ പ്രകാരം തന്നെ കൊല്ലപ്പണി ചെയ്തവർ, ആശാരിപ്പണി ചെയ്തവർ തൊഴിലിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. ഇസ്ലാം അധ്വാനിച്ച് സമ്പത്ത് നേടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിപ്പിച്ചു. ജീവിതത്തിന്റെ ഒരു മേഖലയും കൈവക്കാതെ പോയിട്ടില്ല. പക്ഷേ അടിസ്ഥാനപരമായ വിഷയം അത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. 2, ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയലാണ്. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടി ഇവിടെ വന്നു? ഉള്ളവനും ഇല്ലാത്തവനുമുള്ള ഈ ലോകം, കറുത്തവനും വെളുത്തവനുമുള്ള ഈ ലോകം, സമ്പന്നനും ദരിദ്രനുമുള്ള ഈ ലോകം മരണത്തോടുകൂടി തീരുന്നതാണോ ജീവിതം? എങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, തീർച്ചയായും യഥാർത്ഥമായ ജീവിതം മരണാനന്തരം വരാനിരിക്കുന്ന ലോകമാണ്. ആ ലോകത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. കാലിലണിഞ്ഞ ചെരുപ്പുണ്ടല്ലോ, അതിന്റെ വാറിനേക്കാൾ അടുത്തുണ്ട് സ്വർഗം. അതേപോലെ തന്നെ അടുത്താണ് നരകവുമുള്ളത്. ഏത് നിമിഷവും ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷമാകാം. ഏതു ഭക്ഷണവും അവസാനത്തെ ഭക്ഷണമാകാം. ഏതുറക്കവും അവസാനത്തെ ഉറക്കമാകാം. എന്താണ് മരണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന മരണം എന്താണ് എന്ന് പഠിക്കാനും വിശദീകരിക്കാനും വേണ്ടി ഒരു സംഘം ശാസ്ത്രജ്ഞരെ ഏർപ്പെടുത്തി. ഒരാദ്യം പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് നിലക്കുന്നതാണ് മരണം. പക്ഷെ പഠനം തുടർന്നപ്പോൾ മനസ്സിലായി, ഒരാൾ മരിച്ച് ഏതാനും സെക്കൻഡുകൾ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൃദയമിടിപ്പ് നിൽക്കുന്നതല്ല മരണത്തിന്റെ കാരണം. പിന്നീട് പഠനം തുടർന്നപ്പോൾ പറഞ്ഞു, തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചു പോകുന്നതാണ്. പക്ഷെ പിന്നീട് ഗവേഷണം തുടർന്നപ്പോൾ മനസ്സിലായി, ഒരാൾ മരണപ്പെട്ട ഏതാനും സെക്കൻഡുകൾക്കകം തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവയവദാനങ്ങളൊക്കെ സാധിക്കുന്നത്. പിന്നീട് പറഞ്ഞു, എൻഡോക്രൈൻ ഗ്ലാൻസ്, അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം നിലക്കുന്നതാണ് മരണകാരണം. ചുരുക്കി പറഞ്ഞു, പഠനവും ഗവേഷണവും തുടർന്നപ്പോൾ 5 വാള്യങ്ങളുള്ള ഗ്രന്ഥം രൂപപ്പെട്ടു എന്നല്ലാതെ 5ാമത്തെ വാള്യത്തിന്റെ അവസാനത്തെ പേജിൽ പോലും എന്താണ് മരണം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ മനുഷ്യർ സാധിച്ചു. അത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോൾ ജൂതന്മാർ ഇത് യഥാർത്ഥ പ്രവാചകനാണോ എന്ന് തിരിച്ചറിയാൻ പല ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു, എന്താണ് റൂഹ് എന്താണ്, ആത്മാവ് എന്താണ് എന്ന ചോദ്യം. അതെന്റെ റബ്ബിന്റെ അടുക്കലുള്ള അറിവാണ് എന്ന് മറുപടി നൽകാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. പടച്ച തമ്പുരാന് മാത്രം സാധിക്കുന്ന കാര്യം ജീവൻ നൽകുക. ജീവൻ തിരിച്ചെടുക്കാൻ കഴിയുന്നവൻ അവൻ തന്നെ. ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി അവന് മടക്കം ഒരു പ്രയാസമല്ല എന്ന് 100 കണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. ആ പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്ത അത് മാത്രമേ മനുഷ്യനെ നന്നാക്കൂ. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ أَلْفَ سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَن يُعَمَّرَ وَاللَّهُ بَصِيرٌ بِمَا يَعْمَلُونَ. മനുഷ്യരിൽ ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ചും ബഹുദൈവ വിശ്വാസികളായ ആളുകളെ താങ്കൾക്ക് കാണാം എങ്ങനെ 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറയാ, ആയുസ് ദീർഘിച്ചു കിട്ടി എന്നത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. ആയുർ ദൈർഘ്യം കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ലഭിച്ച ആയുസ്സിനെ ഫലവത്തായി ഉപയോഗപ്പെടുത്തണം.
അതുകൊണ്ട് മനുഷ്യനെ നന്നാക്കാനുള്ള മാർഗം എന്താണ്? മരണചിന്ത മനുഷ്യനിൽ ഉണ്ടാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുക. സഹോദരങ്ങൾ, ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഒരു സഹോദരൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഗൾഫിൽ ചെന്ന് ചോര നീരാക്കി അധ്വാനിച്ച് പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയായി മാറിയ സഹോദരൻ റോഡിന്റെ സമീപത്ത് ഒരു 10 സെന്റ് വാങ്ങി അവിടെ നല്ലൊരു വീട് വെച്ച് ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒക്കെ ആ നല്ല വീട്ടിലേക്ക് താമസം മാറ്റണമെന്ന് ചിന്തിക്കുന്നതിനിടയിൽ ഗൾഫിൽ വെച്ച് അപകടത്തിൽ മരിക്കും. മയ്യത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കൊണ്ടുവരുന്നു. കുടുംബക്കാരുടെ ചർച്ച, മയ്യത്ത് എവിടെ വെക്കണം? കുറച്ചു നേരം ആളുകൾക്ക് കാണാൻ വെക്കണമല്ലോ. ഇടവഴിയിലൂടെ കടന്നുള്ള തറവാട്ട് വീട്ടിൽ എത്താൻ പ്രയാസാണ്. റോഡ് വക്കത്ത് പുതുതായി ഉണ്ടാക്കിയ വീട്ടിൽ വെക്കാമെന്ന് പറഞ്ഞപ്പോ ആളുകൾക്കുള്ള വലിയ എതിർപ്പ്. വേണ്ട, ആദ്യം തന്നെ പുതിയ വീട്ടിൽ ഒരു മയ്യത്ത് വെക്കേണ്ടതില്ല. 40 കൊല്ലം കഠിനമായി അധ്വാനിച്ച ഒരു മനുഷ്യൻ ജീവിത സ്വപ്നമായി പണിതൊരു വീട്, ആ വീട്ടിൽ അയാളുടെ മയ്യത്ത് പോലും വെക്കാൻ കൊള്ളില്ല എന്നാകും നാളെ അനന്തരാവകാശികൾ തീരുമാനിക്കും. അതുകൊണ്ട് ഈ ലോകത്ത് ആസ്വദിക്കുമ്പോ, അടിച്ചു പൊളിക്കുമ്പോ ചിന്ത വേണം. ന്യൂ ഇയറിന്റെ പേരിൽ, വിവാഹത്തിന്റെ പേരിൽ, വിവാഹ വാർഷികത്തിന്റെ പേരിൽ, മക്കളുടെ കല്യാണത്തിന്റെ പേരിൽ പരിധി വിട്ട് ആഘോഷിക്കുമ്പോ ചിന്ത വേണം. ഈ ലോകം ഞാനും തമ്മിൽ അത്രേ ബന്ധമുള്ളൂ. എന്റെ മയ്യത്ത് എന്റെ വീട്ടിൽ വെക്കാൻ കൊള്ളില്ല എന്നാകും നാളെ എന്റെ ബന്ധുക്കൾ തീരുമാനിക്കും. മനുഷ്യ, ഈ ലോകത്ത് നീ ജീവിക്കുമ്പോ ഒന്നുകിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയാകും. നടന്നു പോകുന്ന ഒരാൾ ഇവിടെ റോഡ് സൈഡിലുള്ള ഒരു മരത്തിന്റെ കീഴിൽ നിന്ന് കാറ്റ് കൊണ്ടാൽ ആ മരവും അയാളും തമ്മിൽ എന്ത് ബന്ധം? ആ ബന്ധമേ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകവും തമ്മിലുള്ളൂ. അതുകൊണ്ട് അധ്വാനിക്കണം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നന്മ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നന്നായി അധ്വാനിക്കണം, കച്ചവടം ചെയ്യണം, കൃഷി നടത്തണം, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, എല്ലാം വേണം. പക്ഷേ ആ ഓട്ടത്തിന്റെയും അധ്വാനത്തിന്റെയും ഇടയിൽ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിരിക്കുന്ന നരകത്തെക്കുറിച്ച് ഓർമ്മ മറന്നു പോകരുത്. അത്രയും അടുത്ത് നിൽക്കുന്ന സ്വർഗത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹം അത് മനസ്സിന്ന് മാഞ്ഞു പോകരുത് എന്നതാണ് പരിശുദ്ധ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത്. ഇതാണ് മനുഷ്യനെ നന്നാക്കുന്ന രണ്ടാമത്തെ കാര്യം. പോലീസിനെ നിയോഗിച്ചത് കൊണ്ട്, നിയമസഭയിൽ പുതിയ നിയമം ഉണ്ടാക്കിയത് കൊണ്ട് മനുഷ്യർ നന്നാകുമോ? ഏത് നിയമത്തെയും അത് ലംഘിക്കാൻ മനുഷ്യർക്കറിയാം. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ബന്ധു നിരോധിച്ചു കോടതി. അപ്പൊ എന്തായി? ഹർത്താൽ എന്നുള്ള പേരിലായി. ഏതും അങ്ങനെ തന്നെയാണ്. കേരളത്തിന്റെ കവി പി കുഞ്ഞിരാമൻ നായർ പണ്ട് പാടിയിട്ടുണ്ട്: നിയമം ചിലന്തി വലയാണ്, പക്ഷികൾ പൊട്ടിച്ചു പോകുന്നു, പ്രാണികൾ കുടുങ്ങിപ്പോകുന്നു. പക്ഷികൾ പൊട്ടിച്ചു പോകുന്ന, പ്രാണികൾ കുടുങ്ങിപ്പോകുന്ന ചിലന്തി വലയാണ് നിയമം എന്നത്. നിയമം കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവില്ല. മറിച്ച് ഏത് നിശയുടെ നിശാന്തതയിലും എന്റെ സുഹൃത്ത് നൽകിയ മദ്യത്തിന്റെ കുപ്പി അത് പൊട്ടിച്ചാൽ, കഴിച്ചാൽ, മാതാപിതാക്കൾ കാണുന്നില്ലെങ്കിലും നാട്ടുകാർ കാണുന്നില്ലെങ്കിലും ദൃഷ്ടികോളത്തിന്റെ ചലനങ്ങൾ അറിയുന്ന, ഹൃദയാന്തരാളത്തിൽ ഒളിപ്പിച്ചു വെച്ചതറിയുന്ന ഒരു റബ്ബുണ്ട്. എല്ലാ വാതിലും അടച്ചാലും ഇനി കടക്കാൻ കഴിയാത്തൊരു വാതിലുണ്ട്, വാനലോകത്തിന്റെ വാതിൽ. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, മരണത്തെക്കുറിച്ചുള്ള ചിന്ത, മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, അതല്ലാതെ മനുഷ്യനെ നന്നാക്കാൻ ഒരു മാർഗവും വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ അടിസ്ഥാന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യനോട് സംസാരിക്കുന്നത്. പരലോകത്ത് രക്ഷപ്പെടണം, വിജയിക്കണം. മഹാനായ ഉബൈദുല്ലാഹ് ഇബ്നു ജർഹമി എന്ന മനുഷ്യനൊരു സംഭവം പറയുന്നു. ഞാൻ മുആവിയ ഇബ്നു അബൂ സുഫിയാനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അബൂ സുഫിയാൻ മുആവിയ എന്നോട് കാര്യം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാത്തൊരു സംഭവം പറയൂ. ആ സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ വന്നു. എവിടുന്ന് വന്ന ആളെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് അയാൾ മരിച്ചപ്പോ അന്നത്തെ കാലം നമുക്കറിയാം, ഇന്നത്തെ പോലെ ആംബുലൻസ് വന്നിട്ട് ഡെഡ് ബോഡി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ സൂക്ഷിക്കുക, എന്നിട്ട് വാർത്തകൾ നൽകുക. അജ്ഞാത മൃതദേഹം ഈ സംവിധാനമൊന്നുമില്ല. നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തെ മറവ് ചെയ്യാണ്. അദ്ദേഹം പറയുന്നു, ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തെ ഖബറിലേക്ക് വെച്ച സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. എന്നിട്ടൊരു കവിത ഞാൻ ചൊല്ലി: യബ്കിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു വദു ഖറാബതിഹി ഫിൽ ഹയ്യി മസ്റൂറുൻ. ഇതാ ഈ മനുഷ്യനുണ്ടല്ലോ,
ഇയാളെ കുറിച്ച് അറിയാത്ത ആളുടെ കണ്ണിൽ നിന്നാണ് കണ്ണീര് വരുന്നത്. ഈ മനുഷ്യൻ ഏത് നാട്ടുകാരനാണ്, അയാളുടെ പേരെന്താണ് എന്നൊന്നും അറിയാത്ത ആളുകളുടെ കണ്ണിൽ നിന്നാണ് ഈ സമയത്ത് കണ്ണീര് വരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണോ അങ്ങ് അകലെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇദ്ദേഹത്തിന്റെ മരണവിവരമൊന്നും അറിയാതെ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അദ്ദേഹം പറയാ, ഈ കവിത ഞാൻ ചൊല്ലിയ സമയത്ത് ഒരാൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഈ വരികൾ ആരുടേതാണെന്ന് അറിയാമോ? അറിയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ഇതാ ഈ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ മയ്യത്തായ മനുഷ്യൻ, ഇദ്ദേഹം എഴുതിയ വരികളാണത്. അതാണ് ജീവിതം സഹോദരങ്ങളെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അടിച്ചു പൊളിച്ചു കുടിച്ചു കൂത്താടി ജീവിക്കുന്നതിന് പകരം ജീവിതത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരാണ് നിങ്ങളിൽ ബുദ്ധിമാൻ? നമ്മൾ ആരെക്കുറിച്ചാ ബുദ്ധിമാൻ എന്ന് പറയാ? കരിങ്ങനാട്ടിൽ ഒരു ചറ്റക്കുടിൽ ജീവിച്ച പാവപ്പെട്ടവ, മാതാപിതാക്കളുടെ മക്കളായി ജീവിച്ച ഒരു മനുഷ്യൻ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി ഗുണ്ടാസംഘം ഉണ്ടാക്കി, പലരുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തും പല അക്രമവും കാണിച്ചും നല്ല കാശ് ഉണ്ടാക്കി ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ഒരു വണ്ടിയിലൂടെ ഈ റോട്ടിൽ ഇങ്ങനെ പോകുമ്പോ റോഡിന്റെ സൈഡിൽ നിന്ന് ആളുകൾ ചിലപ്പോ പറയും, മറ്റൊക്കെ ഒരു കാര്യം ആലോചിച്ചു, ജീവിക്കാൻ പഠിച്ചവനാണ്, അവന്റെ ഉമ്മക്കുപ്പൊക്കെ എന്താ സമ്പാദ്യം ഉണ്ടായിരുന്നു, ബുദ്ധിമാനാണ് അവൻ, ജീവിക്കാൻ പഠിച്ചവനാണ്. പക്ഷേ അതല്ല ബുദ്ധിയുടെ മാനദണ്ഡം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളിൽ ആരാണ് ബുദ്ധിമാൻ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. ആരാണ് നിങ്ങളിൽ ബുദ്ധിമാൻ? അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മനസ്സിനെ കീഴൊതുക്കുകയും മരണത്തിന് ശേഷമുള്ള ലോകത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്തവനാണ് ബുദ്ധിയുള്ളവൻ. മനസ്സ് തിന്മ ചെയ്യാനാണ് പ്രചോദിപ്പിക്കുക. ആ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി അമൽ ചെയ്യുന്നവൻ, പ്രവർത്തനം സൽക്കർമ്മങ്ങൾ നടത്തുന്നവനാണ് ബുദ്ധിയുള്ളവൻ. എന്നാൽ ആരാണ് ദുർബലൻ? ആരാണ് കഴിവുകെട്ടവൻ? മനസ്സിന്റെ ഇച്ഛകളെ പിന്തുടരുക, എന്താണോ ദേഹേച്ഛ പറയുന്നത് അതൊക്കെ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഒന്നുമില്ലെങ്കിലും ഞാൻ 5 നേരം നിസ്കരിക്കാറുണ്ട്, ഈ തെറ്റല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ, ഞാനൊരു മുസ്ലിമാണ്, ഈ തിന്മയല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. തെറ്റുകൾ ചെയ്യുക, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുക. അവനാണ് വിവേകമില്ലാത്തവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബുദ്ധിയുള്ളവരായി മാറണം നമ്മൾ. പരിശുദ്ധ ഇസ്ലാം വിശ്വാസത്തെ സംസ്കരിച്ച ശേഷം ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും കൃത്യമായ മാർഗദർശനം മനുഷ്യരെ പഠിപ്പിച്ചു. ആ മാർഗദർശനം ആധുനിക സമൂഹം കൈവിട്ടു പോയതാണ് ഇവിടെ എല്ലാ കുഴപ്പങ്ങൾക്കുള്ള കാരണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവന്റെ ജീവിതത്തിലെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം. അവിടെയെല്ലാം കൃത്യമായ നിർദ്ദേശം പരിശുദ്ധമായി മകത്തിന്. മഹാനായ പ്രവാചകന്റെ കാലത്ത് ചില ആളുകൾ വന്നിട്ട് പ്രവാചകന്റെ അനുയായികളോട് തമാശയായിട്ട് പരിഹാസമായിട്ട് ചോദിച്ചു, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് വിസർജന സ്ഥലത്തേക്ക് എങ്ങനെ പ്രവേശിക്കണം എന്ന് വരെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടല്ലോ. പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചാണ്, പറഞ്ഞതാണ്. പക്ഷെ അത് കേട്ട് ചൂളിപ്പോയില്ല അനുയായി. അവര് മറുപടി പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് വിസർജന സ്ഥലത്തേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്ന് മാത്രമല്ല, ഇടത് കൈകൊണ്ടല്ലാതെ ശൗച്യം ചെയ്യരുത് എന്നുവരേക്കുമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള വ്യക്തി ജീവിതം മുതൽ സാമൂഹിക ജീവിതം വരെയുള്ള മുഴുവൻ മേഖലകളിലേക്കും കൃത്യമായ അധ്യാപനം നൽകുന്ന ഒരു ആദർശം. ആ ആദർശം അത് ദൈവികമാണ് എന്നതുകൊണ്ടാണ്, അത് ലോക സൃഷ്ടാവിൽ നിന്നുള്ളതാണ് എന്നതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞിട്ടും അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നമ്മൾ വാങ്ങാറുള്ള മലയാള മനോരമ പത്രത്തിലെ എഡിറ്റോറിയൽ പേജിന്റെ താഴെയുണ്ട് ഒരു കോളം, 100 കൊല്ലം മുമ്പുള്ള മനോരമ. അതിലെ വാക്കുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി, വാർത്തകൾ വായിച്ചാൽ മനസ്സിലാകില്ല. വീട് തട്ടിക്കൊട്ടുമ്പോ വല്ലുപ്പയുടെ കാലത്തുള്ള ഒരു അടിയാധാരം കിട്ടിയാൽ അത് വായിച്ചു നോക്കിയാൽ ഇന്നത്തെ പുതിയ തലമുറക്ക് വായിക്കാൻ കഴിയില്ല, മനസ്സിലാകില്ല. ഒരു 100 കൊല്ലം മുമ്പുള്ള മലയാളം ഇന്ന് മനസ്സിലാകാതെ പോകുന്നുവെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിറാ ഗുഹയുടെ അന്ധകാരത്തിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട ഇന്നും പുതുമയുള്ളതാണ്. അതിനെ തുടർന്ന് അവതരിപ്പിക്കപ്പെട്ട 6000-ലേറെ വരുന്ന വചനങ്ങളിൽ ഓരോന്നും പുതുമ നഷ്ടപ്പെടാത്തതാണ്. എന്തുകൊണ്ടാ? അതിന്റെ ഉടമ ലോകത്തിന്റെ സൃഷ്ടാവായ ഏകനായ റബ്ബാണ് എന്നത്.
അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ രംഗത്ത് മാർഗനിർദ്ദേശം ആവശ്യമുള്ളവർ എന്ത് ചെയ്യണം? ഈ ഗ്രന്ഥം പഠിക്കട്ടെ, ഈ ഗ്രന്ഥം കൊണ്ടുവന്ന പ്രവാചകനെ പഠിക്കട്ടെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ചർച്ചയായ ഒരു വിഷയമാണ് സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത്. അത് കുത്തഴിഞ്ഞ അവസ്ഥയിലുള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പരത്തി പറയേണ്ടുന്ന ആവശ്യമില്ല. മക്കളെ കുറിച്ച് ഉത്കണ്ഠയിലാണ് രക്ഷിതാക്കൾ. വിവാഹപ്രായം എത്തിയിരിക്കുന്ന പെൺമക്കൾ കല്യാണം വേണ്ട എന്ന് പറയുന്നു. അവർ ലെസ്ബിയൻ ലൈഫ് ഇഷ്ടപ്പെടുന്നു. LGBT സംസ്കാരം, തുറന്ന ലൈംഗികത. ഇവിടെ ലോകത്തിന്റെ മുമ്പിൽ രണ്ട് കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തിലുണ്ട്, അന്നും ഇന്നും. ഒന്ന്, സെക്സ് പാപമാണ്, സെക്സ് പ്രശ്നമാണ്, അതുകൊണ്ട് മോക്ഷത്തിന്റെ മാർഗം എല്ലാത്തിൽ നിന്നും വിട്ടകന്നുകൊണ്ടുള്ള സന്യാസ ജീവിതമാണ്. എന്നാണ് വിശുദ്ധ ഖുർആൻ അതിന് മറുപടി നൽകിയത്. പൗരോഹിത്യം, സന്യാസം എന്നൊക്കെ പറയുന്നത് മനുഷ്യർ പടച്ചുണ്ടാക്കിയതാണ്, അല്ലാഹു അത് പഠിപ്പിച്ചിട്ടില്ല. രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്താണ്? സെക്സ് പരിധിയില്ലാതെ തുടർന്നു വിടണം. പാറി നടക്കും പറവകളൊന്നും വെളി കഴിക്കാറില്ല, പക്ഷികളൊന്നും നിക്കാഹ് നടത്താറില്ല, കല്യാണം നടത്താറില്ല. സർവതന്ത്ര സ്വതന്ത്രമായ ലൈംഗികത. ഇസ്ലാം ഇതിന്റെ നേരെ മധ്യത്തിൽ നിന്നു പ്രകൃതിയെ കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടു. ആ പച്ചക്കറി കടയിൽ ചെന്നാൽ ഒരു പച്ചക്കറി വാങ്ങാൻ കിട്ടുന്നത് എന്തുകൊണ്ടാ? ആ പച്ചക്കറി ഉണ്ടായ ചെടിയിൽ രണ്ട് തരത്തിലുള്ള അതിന്റെ റീപ്രൊഡക്ടറി സംവിധാനമുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്, കേസരവും ജനിയും. കേസരത്തിലെ പൂമ്പൊടി ജനിയിൽ പതിച്ചെങ്കിലേ കായ് ഉണ്ടാകുള്ളൂ. ഇണതത്വമാണ്. ഈ നാട്ടിലെ മുഴുവൻ മൃഗങ്ങളും അവയിൽ പ്രത്യുൽപാദനം നടക്കാൻ കാരണം രണ്ട് ഘടകങ്ങളുടെ പ്രവർത്തനമാണ്, പുംബീജവും അണ്ഡവും. വിശുദ്ധ ഖുർആൻ 1400 കൊല്ലം മുമ്പ് ശാസ്ത്രജ്ഞാനമില്ലാത്തൊരു ജനതയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ 36-ാമത്തെ അധ്യായം 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഈ ഭൂമി പൊട്ടിമുളപ്പിക്കുന്ന വസ്തുക്കളിലും മനുഷ്യദേഹങ്ങളിലും മനുഷ്യർക്കറിയാത്ത എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ്, സുബ്ഹാൻ എന്നാണ് പറയുന്നത്. എത്ര അത്ഭുതകരം. ഞാനിവിടെ പതുക്കെ പറയുമ്പോ നിങ്ങൾ ഉറക്കെ കേൾക്കുന്നത് ഇണതത്വം കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി ഇണതത്വമാണ്, പോസിറ്റീവ് നെഗറ്റീവ്. ലൈറ്റ് കത്തുന്നത് ഇണതത്വമാണ്, ഫാൻ കറങ്ങുന്നത് ഇണതത്വമാണ്. നോർത്ത് പോൾ സൗത്ത് പോൾ കാന്തിക ധ്രുവതയ്ക്ക് കാരണം. പുംബീജവും അണ്ഡവും കായകൾ ഉണ്ടാകാൻ അടിസ്ഥാനം. എല്ലാ ജീവികളിലും അങ്ങനെ. അതുകൊണ്ട് പ്രകൃതി സംവിധാനമാണ് ആണും പെണ്ണും എന്ന സംവിധാനം. അതുകൊണ്ട് ലൈംഗികത ആണും തമ്മിലല്ല, പെണ്ണും തമ്മിലല്ല, മറിച്ച് നിക്കാഹ് എന്ന പരിശുദ്ധമായ കർമ്മത്തിലൂടെ, മീസാഖുൻ ഖലീലിലൂടെ, സുദൃഢമായ കരാറിലൂടെ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന പിതാവ് അനുയോജ്യനായ ചെറുപ്പക്കാരനെ കണ്ടെത്തി ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ വെച്ച് എന്റെ മകളെ ഞാൻ താങ്കൾ കേൾപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുകയും അവളെ ഞാൻ സ്വീകരിച്ചു എന്ന് ആ മനുഷ്യൻ പറയുകയും അതിന് രണ്ടുപേർ ചുരുക്കിയത് സാക്ഷികളായി ഉണ്ടാവുകയും ചെയ്തുകൊണ്ടുള്ള മഹത്തായ ഒരു കർമ്മം, സുദൃഢമായ ഒരു കരാർ. അത് മാത്രമാകണം മനുഷ്യന്റെ ലൈംഗികതയുടെ അടിസ്ഥാനം. നിങ്ങളുടെ കണ്ണിന്റെ സൂക്ഷ്മതക്ക്, ലൈംഗികാവയവത്തിന്റെ വിശുദ്ധിക്ക് വിവാഹം സഹായകമാണ് എന്ന് 1400 കൊല്ലം മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് 6-ാം നൂറ്റാണ്ടിലെ നിയമം. ആണിനും പെണ്ണിനും സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകളുടെ അവസ്ഥ എന്താ? ഇന്ന് അവസ്ഥ എന്താണ്? ഞാൻ ഓർത്തു പോകുന്നു, 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൾഫിലായിരുന്നപ്പോ അന്ന് സുഹൃത്ത് ജപ്പാനിൽ സന്ദർശനം നടത്തിവെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു. ജപ്പാനിൽ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ അവിടെ 30 വയസ്സിന്റെ താഴെയുള്ള ആരുമില്ല. അന്നത് കേട്ടപ്പോൾ എനിക്ക് അതിശയോക്തിയായി തോന്നി. പക്ഷെ 2 മാസം മുമ്പ് ഞാനൊരു മലയാള പത്രത്തിൽ വായിച്ചു, ജപ്പാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വിഷയമാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജപ്പാൻ എന്ന രാജ്യം തന്നെ ലോകത്തുണ്ടാകാൻ സാധ്യതയില്ല. എന്റെ കാരണം ലിവിംഗ് ടുഗദർ എന്ന സംവിധാനത്തിന് അനുമതി നൽകി. കല്യാണം വേണ്ട, ആണിനും പെണ്ണിനും, അല്ലെങ്കിൽ ആണിനും പെണ്ണിനും ഒക്കെ ഒന്നിച്ച് കഴിഞ്ഞുകൂടാ. നിയമപരമായ പരിരക്ഷയുണ്ട്. അങ്ങനെ ലിവിംഗ് ടുഗദർ ജീവിക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നു കുട്ടികളൊന്നും വേണ്ട, അത് പ്രയാസമാണ്. അങ്ങനെ ഒരു 10, 45, 50 വയസ്സാകുമ്പോ പിന്നെ ആലോചിക്കും, എന്തിനാ ഒരു കല്യാണം? രണ്ടാൾക്ക് ജോലിയുണ്ട്, ATM-ൽ ചെന്നാൽ കാർഡ് വെച്ചാൽ പൈസ കിട്ടും, വരുമാനമുണ്ട്, അങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് 30 വയസ്സിന് താഴെയുള്ളവരില്ല, സൈന്യത്തിൽ ചേരാൻ ആളില്ല.
രണ്ടാമതൊരു കുട്ടി ജനിച്ചാൽ ആ മാതാപിതാക്കളെ ജയിലിലടച്ചിരുന്ന ചൈന രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകും എന്ന് പ്രഖ്യാപിച്ചു. അവിടെയാണ് ദൈവിക മതത്തിന്റെ പ്രസക്തിയുള്ളത്. കുട്ടികളുടെ എണ്ണം കൂടിയതുകൊണ്ട് പട്ടിണി ഉണ്ടാവില്ല. കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്, ദാരിദ്ര്യം ഭയന്നിട്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിച്ചു. വിവാഹമെന്ന പരിശുദ്ധ ബന്ധത്തിൽ ഒതുങ്ങണം മനുഷ്യന്റെ ലൈംഗികത. അങ്ങനെ ഉണ്ടാകുന്ന അവിടെ ആ സെക്കൻഡ് മസ്കൻ സമാധാനത്തിന്റെ കേന്ദ്രമാകണം. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ സഖീന, സമാധാനം നേടാൻ, പങ്കുവെച്ച് സമാധാനം നേടാൻ. വീടിന്റെ പ്രസക്തി അവിടെയാണ്. മസ്കൻ എന്നാണ് അതിന് പറയുന്നത്. സുന്ദരമായ ഇസ്ലാമിന്റെ കുടുംബ സംവിധാനം അവിടെ 1700-കൾക്ക് ശേഷം ചിലർ വാദിച്ചിട്ട് വന്നു, ഇതൊക്കെ പ്രശ്നമാണ്, മനുഷ്യന് സ്വാതന്ത്ര്യമാണ്, അതിനെന്ത് വേണം, ഇതൊക്കെ കെട്ടിച്ച് ഈ കെട്ടുകളൊക്കെ അഴിക്കണം. ഒന്ന് ലെസ്ബിയൻ, പെണ്ണും തമ്മിലുള്ള ലൈംഗികതക്ക് അനുമതി വേണം. 2 ഗേ, ആണും തമ്മിലുള്ള ലൈംഗികതന് അനുമതി വേണം. 3 ബൈസെക്ഷൽ, 2 നിലക്കും. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ, ജന്മനാളുള്ളത് മാറി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ചിന്തയൊക്കെ മാറിയാൽ അതിനനുസരിച്ച് ഓപ്പറേഷൻ നടത്തി ആണിന് പെണ്ണാകാനും പെണ്ണിന് ആണാകാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെ പോയി ക്യൂറിൽ കൂടി പോയിട്ട് അവസാനം പ്ലസ് പരിധിയില്ലാത്ത വിധം ശബരതിയും മൃഗരതിയും വരെ വേണമെന്ന് വാദിക്കുന്ന കുത്തഴിഞ്ഞ ഒരു ലോക വ്യവസ്ഥ സ്വപ്നം കാണുന്ന ആളുകളുടെ മുമ്പിൽ ഇസ്ലാം പറഞ്ഞു, അന്നും ഇന്നും പറയുന്നു, അപകടമാണ്. ജീവിതത്തിലെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ച വിവാഹമെന്ന കർമ്മത്തിലൂടെ, വീടെന്ന സമാധാനത്തിന്റെ കേന്ദ്രത്തിലൂടെ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചു കഴിയുന്ന സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മാതാപിതാക്കൾ. ഇസ്ലാം അത് പറയാതെ പോയില്ല. ഞാൻ ഓർത്തു പോകുന്നു, 1980-കളുടെ അവസാനം അമേരിക്കയിൽ വൃദ്ധസദനങ്ങൾ രൂപം കൊണ്ടപ്പോ അന്ന് മലയാളി പറഞ്ഞു, പടിഞ്ഞാറുകാരുടെ ഒരു സംസ്കാരം, പോറ്റി വളർത്തി അച്ഛനെയും അമ്മയും ഉമ്മയും ഉപ്പയും ഒക്കെ ഏതോ കേന്ദ്രത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക. അന്ന് അത്ഭുതമായിരുന്നത് 90-കളുടെ അവസാനമായപ്പോഴേക്ക് ബോംബെയിൽ ആരംഭിച്ചു. 2000-ന്റെ തുടക്കമായപ്പോഴേക്ക് കേരളത്തിലെ പഞ്ചായത്തുകൾ വരെ, പഞ്ചായത്തിന്റെ ഫണ്ടിൽ വരെ വൃദ്ധസദനത്തിന് വകയിരുത്തുന്ന അവസ്ഥ. ഇന്നോ 200-ലേറെ വൃദ്ധസദനങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയായിട്ടും അവിടെ നമ്മൾ ഓർക്കേണ്ടത് 2 വ്യക്തികൾ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട 2 വ്യക്തികൾ. ജീവിതത്തിൽ ഒരിക്കലും അവരോടുള്ള ബാധ്യത നമുക്ക് മറന്നു പോയിക്കൂടാ. എന്നെയും നിങ്ങളെയും നമ്മളാക്കുന്നതിന് പിന്നിൽ കഷ്ടപ്പെട്ട 2 വ്യക്തികളുണ്ട്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, ചോര നീരാക്കി അധ്വാനിച്ച് വിശ്രമം എന്തെന്നറിയാം. രാവിലെ പോകുമ്പോ നമ്മൾ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രി ഇപ്പൊ തിരിച്ചു വരുമ്പോ നമ്മൾ ഉറക്കത്തിൽ തന്നെയായി. തൊട്ടിലിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മെ 2 കൈ കൊണ്ട് വാരിയെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ച് എന്റെ മോൻ എന്ന് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ. ആ ഉപ്പയുടെ മുതുക് വളർന്നു പോയത്, ദേഹത്ത് ചുളിവ് വന്നത് നമുക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടിലൂടെയാണ്. നമ്മിൽ പലരുടെയും ഉപ്പമാർ ഇന്ന് മണ്ണിനടിയിലാണ്. അള്ളാഹു അവർക്കൊക്കെയും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട പിതാവ് നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. 2 നമ്മുടെ ഉമ്മ. 3 തവണ റസൂലുള്ളാഹി ആവർത്തിച്ചു പറഞ്ഞു, ബാധ്യതയിൽ ഏറ്റവും വലുതാലോട് ഉമ്മുക 3 തവണയും ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഒരേ മറുപടിയാണ് റസൂലുള്ളാഹി നൽകിയിട്ടുള്ളത്. 4ാമത്തെ ചോദ്യത്തിനാണ് അബൂക എന്ന മറുപടി പറഞ്ഞത്. ഉമ്മയോടുള്ള ബാധ്യത. പ്രിയപ്പെട്ട നമ്മുടെ മാതാവ്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും നമ്മൾ ഉണർന്നെഴുന്നേറ്റപ്പോ മടിയിൽ കിടത്തി താരാട്ട് പാടി നമുക്ക് വേണ്ടി ഉറക്കമൊളിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ. ഗൾഫിലായിരിക്കുന്ന മകനെ കുറിച്ച് ഗൾഫിൽ നിന്ന് ആര് വന്നാലും എന്റെ മോനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്ന ഉമ്മ. ഒരു പനി ബാധിച്ചാൽ നമ്മുടെ ഭക്ഷണത്തെ കുറിച്ച് ഭാര്യ ചിന്തിക്കുന്നതിന് മുമ്പേ പൊടിയരിയെ കുറിച്ച് അന്വേഷിച്ച് കഞ്ഞിവെച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നെറ്റിയിൽ തലോടുന്ന പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയുടെ ശരീരം ചുളിഞ്ഞു പോയത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ്. ആ ഉമ്മയുടെ ഇന്നലകളിൽ ഉമ്മ അനുഭവിച്ച ത്യാഗവും വേദനയും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മയുടെ വിളി കേൾക്കാതെ ആരാധനയിൽ മുഴുകിയ ഒരു മകനുണ്ടായി തീർന്ന ദുരന്തത്തിന്റെ വാർത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിച്ചു, നിന്റെ ഒന്നാമത്തെ ബാധ്യത എന്താണ്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യത്തിൽ നിന്റെ അടുക്കലാകുമ്പോ ആക്ഷേപത്തിന്റെ ഏറ്റവും ചെറിയ വാക്കായ ഛേ എന്ന വാക്കുണ്ടല്ലോ, അതുപോലും നീ പറയരുത് മോനെ, അതുപോലും നീ പറയരുത് മോളെ. മറിച്ച് മാന്യമായ വാക്കായിരിക്കണം നീ പറയുന്നത്. വിനയത്തിന്റെ ചിറക് കാരുണ്യപൂർവ്വം നീ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണം. ഇതൊക്കെ ചെയ്താലും മതിയാവില്ല ആ ഉമ്മ അനുഭവിച്ച കഷ്ടപ്പാട്. സ്വന്തം മടിത്തട്ടില് നമ്മള് വിസർജിച്ചപ്പോ നമുക്കറിയാം, മടിയിൽ വിസർജിച്ചാൽ ആ കുഞ്ഞിനെ വലിച്ചെറിയാനാ തോന്നുക. പക്ഷേ ഉമ്മയുടെ മടിയിൽ വിസർജിച്ചപ്പോ കള്ള എന്നെ പറ്റിച്ചല്ലേ എന്ന് പറഞ്ഞ് ഉമ്മയുടെ മടിത്തട്ടിനെ ടോയ്ലറ്റ് ആക്കിയ നമ്മുടെ നെറ്റിയിൽ ഉമ്മ വെച്ച, അതെ, സ്വന്തം മടിത്തട്ടിൽ വിസർജനം നടത്തിയ കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കാൻ ലോകത്തൊരാൾക്കേ സാധിക്കുള്ളൂ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്. അതുകൊണ്ട് എത്ര അവർക്ക് പകരം ചെയ്തു കൊടുത്താലും നന്മ ചെയ്താലും മതിയാകില്ല. എല്ലാ നന്മയും ചെയ്തു കൊടുത്ത ശേഷം റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അല്ലാഹുവേ, അവർ രണ്ടുപേരും ഞാൻ കൊച്ചായിരുന്നപ്പോ എങ്ങനെ സംരക്ഷിച്ചുവോ അതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ലോകത്തെ ഏതാദർശമാണ് മാതാപിതാക്കളോടുള്ള ബാധ്യതയെ കുറിച്ച് ഇത്ര സുന്ദരമായി സംസാരിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ വളർന്നു വരുന്ന മാതാപിതാക്കളുടെ മനസ്സുകൾ ജീവിതത്തിൽ തണൽ ആവശ്യപ്പെടുന്ന, സഹായം ആവശ്യപ്പെടുന്ന വാർദ്ധക്യം, വൃദ്ധസദനങ്ങളുടെ പൂമുഖങ്ങളിൽ ഇരുന്ന് കണ്ണീർ പൊഴിക്കുന്ന മാതാക്കൾ, പിതാക്കൾ ഈ സമൂഹത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ 1400 കൊല്ലം മുമ്പ് ഈ വേദഗ്രന്ഥം പഠിപ്പിച്ച സന്ദേശത്തിലേക്ക് മനുഷ്യ സമൂഹം തിരിച്ചു പോകണം. അല്ലാതെ എന്തു പരിഹാരമാണ്, ആർക്കാണ് നിർദ്ദേശിക്കാനുള്ളത്? നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന മറ്റൊരു തിന്മയാണെന്ന് ലഹരി എന്നത്. പരിശുദ്ധ ഇസ്ലാം, മഹാനായ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നടന്ന കാലഘട്ടം നമുക്കറിയാം. ഞാൻ മരണപ്പെട്ടാൽ എന്നെ മുന്തിരി വള്ളിയുടെ താഴെ മറവ് ചെയ്യണമെന്ന് കവിത എഴുതാൻ മാത്രം മദ്യാസക്തരായിരുന്ന ഒരു ജനതയിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു വന്നത്. എന്നിട്ട് ലോകനാഥന്റെ അധ്യാപനം അവരെ പഠിപ്പിച്ചു. പടിപടിയായി ജീവിതവുമായി അള്ളിപ്പിടിച്ച് നിന്നിരുന്ന ആ തിന്മയെ പടിപടിയായി തൂത്തെറിഞ്ഞ ശേഷം അവസാനത്തെ കൽപ്പന വന്നു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കാൻ ഉപയോഗിക്കുന്ന അമ്പുകളും പ്രതിഷ്ഠകളും പൈശാചിക കാര്യങ്ങളിൽപ്പെട്ടതാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവ വർജിക്കുക. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാച് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കുന്നില്ലേ എന്നൊരൊറ്റ ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോഴേക്കും ജീവിതത്തിലെ ആ ശീലത്തെ പിഴുതെറിയാൻ അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം അവർ അല്ലാഹുവിനെ മനസ്സിലാക്കി, പരലോകത്തെ മനസ്സിലാക്കി. ആധുനിക മുസ്ലിം സമൂഹത്തിൽ മദ്യപാനികളുടെ എണ്ണം വർദ്ധിക്കുമ്പോ പത്രത്തിൽ MDMന്റെ പേരിൽ പിടികൂടപ്പെട്ടവരുടെ പേര് വായിക്കുമ്പോ സമുദായത്തിന്റെ പേര് വർദ്ധിച്ചു വരുമ്പോ നമ്മുടെ ബാധ്യത ഇവിടെ വർദ്ധിക്കുകയാണ്. പുതിയ തലമുറയെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മതപരമായ അധ്യാപനങ്ങൾ കൊണ്ടല്ലാതെ ഒരിക്കലും സാധ്യമാവുകയില്ല. ഉത്ബോധനങ്ങൾ നടക്കണം, മിമ്പറുകളിൽ വെച്ച് ഉത്ബോധനങ്ങൾ നടക്കണം, മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഉത്ബോധനങ്ങൾ നടക്കണം, മഹല്ലിൽ സംവിധാനങ്ങൾ ഉണ്ടാകണം, പുതിയ തലമുറക്ക് ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ തിന്മ ആഗോള തലത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോ പുതിയ തലമുറയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നൂതന തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കുമ്പോ മോനെ, ഇത് നിന്റെ രണ്ട് ലോകവും തകർക്കും.
മുഴുവൻ തിന്മകളുടെയും മാതാവ് എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ മദ്യം എന്ന തിന്മ, അതിന് പിൽക്കാലത്ത് പല പേരുകളും ആളുകൾ വിളിക്കും. പക്ഷെ എല്ലാം ഖംറാണ്. അതെ, ഖംർ, ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്നത് എന്നതാണ് ഭാഷാപരമായതിന്റെ അർത്ഥം. മനുഷ്യനല്ലാതാക്കി മാറ്റുന്നത്, സ്വന്തം അമ്മയെ ഉമ്മയെ കൊല്ലാൻ, സ്വന്തം സഹോദരിയെ വ്യഭിചരിക്കാൻ, സ്വന്തം സഹോദരനെ കുത്തിക്കൊല്ലാൻ. വായിച്ചല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പോലും വാർത്ത. 14ഉം 15ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ ചേർന്ന് 30 വയസ്സുള്ള ഒരാളെ കൊല ചെയ്ത വാർത്ത തൃശ്ശൂരിലെ തെക്കിൻകാട് മൈതാനത്ത്. ലഹരിയുടെ വർധനവ് ധാർമ്മികതയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പരിഹാരത്തിന്റെ മാർഗം നേരത്തെ നമ്മൾ പറഞ്ഞ ഇസ്ലാമിന്റെ അധ്യാപനം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, പരലോകത്തെ കുറിച്ചുള്ള ഭയം, അതല്ലാതെ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഈ ദീൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യം, സമയപരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്, ഓരോന്നും നിത്യപ്രസക്തമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടു പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ നിത്യപ്രസക്തമാണ്. സാമ്പത്തികം മനുഷ്യന്റെ വലിയൊരു മേഖലയാണ്. സമ്പത്തിന് വേണ്ടിയാണല്ലോ മനുഷ്യന്റെ എല്ലാ അധ്വാനവും. അവിടെയൊക്കെ ഇസ്ലാമിന്റെ നിർദ്ദേശം ഏറ്റവും പ്രധാനം, സമ്പത്ത് നിന്റേതല്ല, നാം നൽകിയതെന്ന് ചെലവഴിക്കണം. ലോകത്തിന്റെ അധിപനായ റബ്ബിന്റേതാണ് സമ്പത്ത്. ഒരു താൽക്കാലിക കൈകാര്യകർത്താവ് എന്ന നിലക്ക് മാത്രം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാണ്. അതിൽ നിന്ന് പാവപ്പെട്ടവന്, അതുപോലെ തന്നെ അവകാശികളായ മറ്റുള്ള മുഴുവൻ ആളുകൾക്കുള്ള അവകാശം നീ നൽകണം. അത് സമ്പാദിക്കുന്ന മാർഗം നന്നാകണം, അത് ചിലവഴിക്കുന്ന മാർഗവും നന്നാകണം. ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള നിർദ്ദേശങ്ങൾ എത്ര പ്രസക്തമാണ് ഓരോന്നും. കരിങ്ങനാട് എവിടെയെങ്കിലും ഒരു 5 സെന്റ് ഭൂമി വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രോക്കർ വന്ന് നമ്മളോട് പറയാണ്, നേരത്തെ 10 ലക്ഷം വില പറഞ്ഞ ഭൂമിയാണത്. ഇപ്പോ അയാൾ കുറച്ച് ടൈറ്റിലാണ്, മോളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, മൂപ്പർക്ക് ഒരു ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു, നോട്ടീസ് വന്നിട്ടുണ്ട്. നേരത്തെ 9 പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല, ഇപ്പൊ ഒരു 6-നൊക്കെ അത് കിട്ടും എന്ന് പറഞ്ഞാൽ 1400 കൊല്ലം മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കച്ചവടത്തിന് നീ പോകരുത്. നിന്റെ സഹോദരന്റെ ഒരു പ്രതിസന്ധി ചൂഷണം ചെയ്ത് അവന്റെ വസ്തു നീ സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. എത്ര മഹത്തരമാണ് സഹോദരൻ. ഒരു സഹോദരൻ ഒരു പ്രതിസന്ധിയിലാണ്, ഇപ്പൊ അവന്റെ സ്വത്ത് എനിക്ക് എളുപ്പത്തിൽ നേടാം എന്ന ചിന്ത നിനക്ക് പാടില്ല. അവന്റെ വേദന നിന്റെ വേദനയാകണം, അവന്റെ സങ്കടം നിന്റെ സങ്കടമാകണം, അവന്റെ സന്തോഷം നിന്റെ സന്തോഷമാകണം. മനുഷ്യത്വത്തിന്റെ സന്ദേശം, മാനവികതയുടെ സന്ദേശം, സ്നേഹത്തിന്റെ സന്ദേശം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്, ഇന്നാ ഖലഖനാകും മിൻ ദഖരി വ ഉൻസ, ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ ഗോത്രങ്ങളും വിഭാഗങ്ങളാക്കിയത് ലിതആറഫു, ഒരു അഡ്രസ് ഉണ്ടാകാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ. തൗഹീദ് അതിപ്രധാനമാണ്, ശിർക്ക് ഗൗരവതരമാണ്, സ്വർഗം നഷ്ടപ്പെടുത്തുന്ന പാപമാണ്, ബഹുദൈവ വിശ്വാസം എന്ന് പഠിപ്പിച്ച അതേ ഖുർആൻ തന്നെ അത്തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകളുമായി സ്നേഹത്തിൽ കഴിയണമെന്ന് പഠിപ്പിച്ചു. ആയുധത്തിന്റെ ഭാഷ ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്, വർഗീയതയുടെ ഭാഷ ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. ഒരാളോട് കത്തി കാണിച്ച് തോക്ക് കാണിച്ച് മുസ്ലിം ആകട എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ വിശ്വാസം ബലം പ്രയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്നല്ല. അതുകൊണ്ട് നിർബന്ധ മതപരിവർത്തനം എന്നത് ഇസ്ലാമിന് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇസ്ലാമുമായി അതിന് ബന്ധമില്ല. നിർബന്ധിച്ച ഒരാളെ മതം മാറ്റാൻ കഴിയില്ല. കാരണം ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ചിന്തിക്കുന്ന മാന്യ സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അറിയുക, പഠിക്കുക ഈ ലളിതമായ സുന്ദരമായ ദൈവിക സന്ദേശത്തെ, മനസ്സമാധാനത്തിന്റെ സന്ദേശം, പുരോഗതിയുടെ സന്ദേശം, നിർഭയത്വത്തിന്റെ സന്ദേശം, വിശുദ്ധിയുടെ സന്ദേശം, സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ സന്ദേശം, പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിനെ അടുത്തറിയാൻ, അതിനെ പുൽകാൻ, ആ സമ്മാനം അല്ലാഹു നമുക്ക് നൽകിയെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സമ്മാനം കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന പോലെ അല്ലാഹുവിന് മാത്രം നൽകാൻ സാധിക്കുന്ന ഈ ഹിദായത്ത്, നിർമാർഗം എന്ന സന്ദേശം, അതിന്റെ മാധുര്യം നമുക്ക് നുകരാൻ സാധിച്ചുവെങ്കിൽ അതിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ നാം സജീവമാവുക. ആ ദൗത്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മഹത്തായി പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ ഒരു മേഖലയും കൈവെക്കാതെ പോകുന്നില്ല. അടിസ്ഥാനം വിശ്വാസ പ്രമാണമാണ്.
അതോടൊപ്പം തന്നെ സമൂഹത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്ത് പോലും LGBT-യുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകങ്ങളിൽ അതൊക്കെ കടത്തിക്കൂട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ എതിർക്കുന്നിടത്ത് ഈ പ്രസ്ഥാനം മുന്നിലുണ്ടായി തീർന്നിട്ടുണ്ട്. വയനാടിന്റെ മലമടക്കുകളിൽ നൂറുകണക്കിന് വീടുകൾ ഒലിച്ചുപോയപ്പോൾ അവിടേക്ക് സഹായം എത്തിക്കുന്നിടത്ത് ഇന്നും രഹസ്യമായി ആ കാര്യങ്ങളിൽ മുഴുകുന്നിടത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നിലുണ്ട്. ഇസ്ലാമിനെതിരെ ഒട്ടനവധി വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന വർത്തമാന കാല സാഹചര്യത്തിൽ ബൗദ്ധികമായ സംവാദങ്ങളിലൂടെ അതിന് മറുപടി നൽകുന്നതിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. ഒരു മാതാവ് രോഗം ബാധിച്ച കുഞ്ഞിന് മരുന്ന് നൽകുമ്പോ കൈപ്പുള്ള മരുന്നാണെങ്കിൽ ആ കുഞ്ഞൊരു പക്ഷേ തൊഴിച്ചു എന്നുവരും, മുഖത്തേക്ക് തുപ്പി എന്നുവരും, പ്രതികരിച്ചു എന്നുവരും. സമൂഹത്തിന് മാറ്റത്തിനുള്ള മരുന്ന് കൊടുക്കുമ്പോ പലവിധ പ്രതിരോധങ്ങൾ, പലവിധത്തിലുള്ള ആരോപണങ്ങൾ, പലവിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതിനെയൊന്നും ഞങ്ങൾ വകവെക്കുന്നില്ല. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ഈ സംഘം നിഷ്കളങ്കമായ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമായി ദൗത്യ നിർവഹണ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. നാഥ, ഈ കൊച്ചു സംഘത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനത്തെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം രോഗാതുരനായി വീട്ടിൽ വിശ്രമത്തിലാണ്. രോഗശാന്തി പൂർണ്ണമായി നേടിയെടുത്ത് ഈ ദൗത്യ നിർവഹണത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കാളിയാകാൻ അദ്ദേഹത്തിന് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രയാസത്തിലാണ്. എല്ലാം അറിയുന്ന റബ്ബേ, കടബാധ്യതകളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ഇണകളിലും സന്തതികളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, നിന്റെ തൗഹീദിന്റെ പ്രബോധന മാർഗത്തിൽ ഒരു മനസ്സായി ഒന്നിച്ചു നീങ്ങാൻ നീ ഞങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم سهل أمورنا يا رب العالمين. اللهم لا سهل إلا إذا جعلته سهلا وأنت تجعل الحزن إذا شئت سهلا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.